Okay, let us begin. നമ്മള് 2 ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. തേർഡ് ക്ലാസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് കണക്ടിവിറ്റിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്ലാസ് തുടരാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്നത്തെ എടുക്കേണ്ടിയിരുന്ന ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്നുള്ളതാണ്. There are certain important factors affecting teaching. They are teacher, learner, support material, instructional facilities, learning environment, and institution. These are the most important factors. There are certain other factors also, parents, community, and the such items are also there. Okay, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ UGCയുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ആ 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ, so there are certain factors which enhances the effectiveness of teaching, or these factors can make teaching effective. ഒരു ടീച്ചിങ്ങിനെ ഇഫക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്ന് പറയുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ചില ഘടകങ്ങൾ അധ്യാപനത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കും. അല്ലേ, നമ്മൾ ചായയിൽ ചായ ഇടുമ്പോൾ പാലും തേയില വെള്ളമൊക്കെ ഉണ്ട്, പഞ്ചസാര അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും. അല്ലേ, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഒരല്പം ബൂസ്റ്റും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, ചിലർക്ക് അത് ഇഷ്ടം കാണില്ല, ഇഷ്ടമുള്ളവർക്ക് അത് കുറെ കൂടെ അങ്ങ് അത് ടേസ്റ്റ്ഫുള്ളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് ടീച്ചിങ്. ടീച്ചിങ്ങിൽ നമ്മൾ ചില പ്രത്യേക ഘടകങ്ങൾ ചേരുമ്പോൾ അതിനൊത്തിരി ഇഫക്റ്റീവ്നെസ് വർദ്ധിക്കും. പ്രത്യേകിച്ച് നല്ല മിടുക്കരായ, നിങ്ങളെപ്പോലുള്ള നല്ല മിടുക്കരായ ഫൗസിയ, ആൻ കെ ജോർജ്, അതുൽ എസ് കൃഷ്ണൻ, കവിത, അങ്ങനെ കുറെ പേരുണ്ട് ഇവിടെ. നല്ല സമർത്ഥരായിട്ടുള്ള ലേണേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല താല്പര്യമുള്ള അങ്ങനെയുള്ള താല്പര്യമുള്ള ലേണേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ടീച്ചിങ് വളരെ എഫക്റ്റീവായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. എങ്കിൽ പോലും സപ്പോർട്ട് മെറ്റീരിയൽസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ, നിങ്ങളുടെ ഗൈഡ് ബുക്ക്, നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, ഞാൻ വർക്കൗട്ട് ചെയ്യിക്കുന്ന എക്സസൈസസ്, ഇങ്ങനെയുള്ള കുറെ സപ്പോർട്ട് മെറ്റീരിയൽസ് നമ്മൾ ഈ ഉപാധികൾ, ഈ പവർ പോയിന്റ് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധിയും കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾ വരുമ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. നേരത്തെയൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ വളരെ പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ബട്ട് സ്റ്റിൽ we used to take class with the help of OSP, overhead projector, and other materials. Okay, which mic ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒത്തിരി ഇഫക്റ്റീവ് ആണ്. ഓക്കെ, പക്ഷെ മറ്റതുപോലെ നാഷണൽ ഫെസിലിറ്റീസ്, പഠനത്തിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ലേണിംഗ് എൻവയൺമെന്റ്, പഠന സാഹചര്യം
ഇരിപ്പിടം, പഠിക്കുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, അതിൽ പറയുന്നു വോയിസ് ബ്രേക്ക് ആകുന്നു എന്ന് പറയുന്നു. ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? അതിൽ ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? സാർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും കുഴപ്പമില്ല. കുറച്ചു മുമ്പ് സാർ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് പോയായിരുന്നു. ഓ ശരി ശരി ശരി, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആകുന്നു എന്നാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി നെറ്റിന്റെ വല്ല പ്രശ്നങ്ങൾ ഇവിടെയും കാണുമായിരിക്കാം. ഇവിടെയും മഴ പെയ്യുന്നില്ല ഇപ്പോൾ, പക്ഷെ എന്നിരുന്നാലും നല്ല കോളും ഒക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അടുത്തെവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാതികൂല്യം നമുക്ക് ഇവിടെ ഉണ്ടാകാം. ഏതായാലും നമുക്ക് പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താം. ഇന്ന് കുറച്ച് പോയിന്റ്സേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കതുകൊണ്ട് അത് പെട്ടെന്ന് ക്ലാസ് എടുത്ത് അങ്ങ് തീർക്കാം. ഓക്കെ, ദെൻ ലേണിംഗ് എൻവയൺമെന്റ്. മൊത്തമായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം അത് എൻ്റെ അടുത്ത് പറയണം. ഇല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കണം കേട്ടോ. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9495300773 9495300773. ചിലപ്പോൾ നെറ്റിന്റെ കണക്ടിവിറ്റി അങ്ങ് പോയിട്ട് എൻ്റെ വോയിസോ ഇതും കേൾക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് അത് വിവരം പറയണം കേട്ടോ. ഓക്കെ, ശരി. ലേണിംഗ് എൻവയൺമെന്റ്, പഠന സാഹചര്യം, പഠന സൗകര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെയാണ്, പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ലേണിംഗ് എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ലേണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാനും നിങ്ങളുടെ സംശയം ചോദിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അതൊരു ഒരു ലേണർ ഫ്രണ്ട്ലി ലേണിംഗ് എൻവയൺമെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതും പഠനത്തിന്റെ അധ്യാപനത്തിന്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടുന്ന ഘടകമാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ദ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയാം. നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് മുറിയിൽ കാണുന്ന ഫെസിലിറ്റീസേ ഉള്ളൂ. എന്നാൽ the whole institution may have a positive impact on enhancing teaching effectiveness. ടീച്ചിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് മുഴുവൻ ഒരു പ്രത്യേക സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ടീച്ചിങ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ സ്കൂളിലെയും കോളേജിലെയും ഒക്കെയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോളേജിലെ അധ്യാപനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ് മുറി നല്ല സജ്ജീകരിച്ചതൊക്കെ ആണെങ്കിലും നിങ്ങൾ ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോൾ, when you get into a library, the library of the college, there should be well equipped materials, textbooks and other materials, internet facilities, adequate computers, desktops or laptops should be there. അവിടെ കമ്പ്യൂട്ടർ ഫെസിലിറ്റി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ആവശ്യത്തിന് പുസ്തകങ്ങൾ. ഒരു മിനിറ്റ്. ഹലോ സാറേ, ഞാൻ മ്യൂട്ടാണോ? എനിക്ക് ഞാൻ പറയുന്ന അവർ കേൾക്കുന്നല്ലോ, കേട്ടിട്ട് മറുപടി പറഞ്ഞല്ലോ. എന്നാ പിന്നീട് മ്യൂട്ട് ആയതാണ്. ഇല്ല, ഇപ്പൊ മ്യൂട്ടല്ല, ഇപ്പൊ മ്യൂട്ടല്ല സാറേ, മ്യൂട്ടല്ല. ആണോ? അല്ലല്ലല്ല അല്ലല്ല. ആ ഓക്കെ 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 ഓക്കെ. ഹലോ, ഒരാളൊന്ന് ഉത്തരം പറഞ്ഞേ. എന്റെ വോയിസ് കേൾക്കാം സാർ, കേൾക്കാം. ശ്രീകുമാർ സാറിന്റെ ഇതിൽ മ്യൂട്ട് എന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു, എന്നെ വിളിച്ചിപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. അപ്പൊ നമ്മുടെ
ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് മുറിയിലെ ഫെസിലിറ്റീസ് ആണ്. ഇത് ഓരോന്നും ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവിടെ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അനുബന്ധമായിട്ട് ക്ലാസ് മുറിയിലെ സൗകര്യം മാത്രം പോരാ. അനുബന്ധമായിട്ട് നമുക്ക് ലാബുകളുണ്ട്, ലൈബ്രറി ഉണ്ട്, കമ്പ്യൂട്ടർ ലാബുണ്ട്, ടെക്നോളജി ലാബുണ്ട്. ഒരു കോളേജിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള എത്രയോ ഫെസിലിറ്റീസ് അവിടെയുണ്ട്. സെമിനാർ ഹാളുണ്ട്. സെമിനാർ ഹാൾ വരെ നമുക്ക് പ്രയോജനപ്പെടും. കാരണം നമ്മളൊരു സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു റൂം നമുക്ക് പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്ലാസ് മുറിയും അതോട് ചേർന്നുള്ള സൗകര്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. പഠന സാഹചര്യം എന്ന് പറയുമ്പോൾ ക്ലാസ് മുറിയിൽ നിലനിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. കോളേജിന്റെ മൊത്തമായിട്ടുള്ള അന്തരീക്ഷം, ഒരു പഠന സൗഹൃദമായിട്ടുള്ള ഒരു ക്ലാസ് മുറി, അവിടെ ശാന്തതയും വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും അധ്യാപകർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലേണിംഗ് എൻവയൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ലെറ്റ് us discuss it, these factors one by one. Factors affecting the teaching learning process. Okay, first and foremost factor is the teacher. The teacher himself or herself is one of the most important factors affecting the teaching learning process, effectiveness of teaching. His knowledge of the subject, knowledge of the learner, teaching skills, use of innovative strategies, learner-friendly approach, personality and behavior, level of adjustment and mental health, discipline, then professional ethics, personal values, and all several factors are there. These are only some important factors about the teacher. So teacher knowledge of the subject is knowledge, qualification, subject competence എന്ന് നമ്മൾ നല്ല വാക്ക് subject competence, knowledge of the subject, then knowledge of the learner. He should know the learner also. John taught Johnny Latin എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. John taught Johnny Latin. John taught Latin, but he also taught Johnny not only Latin but Johnny also. ലാറ്റിൻ മാത്രമല്ല ജോൺ പഠിപ്പിക്കുന്നത് ജോണിയെ കൂടെയാണ്. ജോണിയെയാണ് ലാറ്റിൻ പഠിപ്പിച്ചത്. അപ്പോ ജോൺ ലാറ്റിൻ മാത്രമല്ല ജോണിയെ കൂടെയാണ് പഠിപ്പിച്ചത് എന്നുള്ള ഒരു ചൊല്ല് വളരെ പ്രസക്തമാണ് ഇവിടെ. സോ വി ഷുഡ് നോ ലാറ്റിൻ ആസ് വെൽ ആസ് ദ ലേണർ ഓൾസോ. സബ്ജക്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം, അതേ സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയെയും അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള അവഗാഹമാണ്. ഓക്കെ, he should be a master, he should have mastery over the subject area. His own subject of specialization, in his own subject of specialization, he should have acquired a mastery, master's degree. Minimum നമ്മൾ കോളേജിൽ കയറണമെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. MA in sociology, MA in history, MA in psychology, MA in political science, MA in economics, MA in English literature, MA in Malayalam, MA in music, several humanities subject. പിന്നെ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ കൊമേഴ്സ്, MCom, കൊമേഴ്സ്, മറ്റതുപോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ അനുബന്ധമായിട്ട് ഈ ഹ്യൂമാനിറ്റീസ് ഏരിയയിൽ നിങ്ങൾക്ക് നെറ്റ് എഴുതുന്നതിന് യോഗ്യതയായിട്ട് വേണം. മറ്റ് സബ്ജക്റ്റുകൾക്ക് സയൻസിനൊക്കെ ആണെങ്കിൽ UGC CSIR-ഉം കൂടെ ചേർന്നുള്ള നെറ്റ് നിങ്ങൾക്ക് അതിനുള്ള പ്രത്യേക ടെസ്റ്റാണുള്ളത്. അതൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം സബ്ജക്റ്റിന്റെ അവഗാഹം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ തെളിവായിട്ടാണ് മാസ്റ്ററി ഓവർ ദ സബ്ജക്ട് എന്ന് പറയുന്നത്. പിന്നെ അനുബന്ധമായിട്ട് നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ കൂടെ, ഫോർ എക്സാമ്പിൾ, if you have
mastery over history, then say there are certain related subjects, political science, economics, geography, anthropology, social work തുടങ്ങിയുള്ള സബ്ജക്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് സോഷ്യോളജിയിലെ MA കഴിഞ്ഞവർക്ക് സോഷ്യൽ വർക്ക് MSW നിങ്ങൾക്ക് എടുക്കാം. റെഗുലറായിട്ട് ചേർന്ന് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ IGNOU, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MSW ഉണ്ട്. MSW കൗൺസിലിംഗ് ഉണ്ട്, മറ്റ് സബ്ജക്ട് സ്പെഷ്യലൈസേഷനും ഉണ്ട്. കൗൺസിലിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളെ കോളേജ് അധ്യാപകർക്ക് MSW കൗൺസിലിംഗ് വളരെ നല്ലതാണ്. MA സോഷ്യോളജി പഠിച്ചവർക്ക് ഇറ്റ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഇപ്പൊ സബ്ജക്റ്റ് കോമ്പിറ്റൻസ് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സിംഗിൾ മാസ്റ്റർ സബ്ജക്റ്റിൽ ഒതുങ്ങാതെ നമ്മൾ അനുബന്ധമായ സബ്ജക്റ്റുകൾ, ഹിസ്റ്ററിയോടൊപ്പം പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ MSW, അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്തവർക്ക് സോഷ്യോളജി, സോഷ്യോളജി എടുത്തവർക്ക് ആന്ത്രപ്പോളജി, MSW, ഇങ്ങനെയൊക്കെയുള്ള അനുബന്ധ സബ്ജക്റ്റുകൾ. അതുപോലെ സൈക്കോളജി, നോളജ് ഓഫ് ദ ലേണർ, പഠിതാവിനെ നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് സൈക്കോളജി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സൈക്കോളജി ഓഫ് ലേണിംഗ് തിയറീസ് ഒക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ലേണർ, ഓരോ കുട്ടിയുടെയും ആ സ്റ്റേജിന്റെ പ്രത്യേകതകൾ, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതുമായിട്ട് അനുബന്ധമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സൈക്കോളജി പഠിച്ചാൽ. അപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് സൗകര്യം കണ്ട് കംഫർട്ടബിൾ ആയിട്ട് PG ഓട് ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ മെയിൻ സബ്ജക്റ്റിന്റെ കോമ്പീറ്റൻസ് നമുക്ക് കളയുകയും ചെയ്യരുത്. അതിന്റെ കോമ്പീറ്റൻസ് വർദ്ധിപ്പിക്കാൻ റിസർച്ചിലേക്ക് പോവുക എന്നുള്ളതാണ്. മറ്റ് PGയിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. കാരണം ആദ്യമായിട്ട് നമ്മൾ എടുത്ത സബ്ജക്റ്റിന്റെ അടുത്ത്, ഇപ്പോഴൊക്കെയാണെങ്കിൽ MPhil, നിങ്ങൾക്ക് MPhilന് ജോയിൻ ചെയ്യാം. അതിനുശേഷം അതിൽ തന്നെ PhD കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും ഒരു മിനിമം ബേസിക് ആയിട്ട് നമുക്കുണ്ടാകേണ്ട അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി തന്നെയാണ്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളൊരു ഡോക്ടറേറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ആധികാരികമായിട്ടുള്ള ഒരു അവഗാഹം ഉണ്ടാകും. അതിനുശേഷം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള PG സബ്ജക്റ്റുകൾ അക്വയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കംസ് ടീച്ചിങ് സ്കിൽസ്. ടീച്ചിങ് സ്കിൽസ് ആണ്. പഠന നൈപുണ്യം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. സ്കിൽ ഓഫ് ഇൻഡക്ഷൻ, skill of introduction, introducing the subject. Skill of induction means how to correlate the new subject with the learner, how to make the learner induced to the new subject. പുതിയ സബ്ജക്റ്റിനോട് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ IGNOയിലൊക്കെ MA സോഷ്യോളജിക്ക് IGNOയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങള് അവിടെ ക്ലാസ്, സ്റ്റാർട്ടിങ് ക്ലാസ്, ബിഗിനിങ് ഫസ്റ്റ് ലെസൺ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുമ്പോൾ അവരാരും തന്നെ BA സോഷ്യോളജി പഠിച്ചവരേ അല്ല, മറ്റു പല സബ്ജക്റ്റുകളും പഠിച്ചവരാണ്. BAക്ക് ഇംഗ്ലീഷ് എടുത്തവരുണ്ട്, BA എക്കണോമിക്സ് എടുത്തവരുണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരുണ്ട്. അങ്ങനെ പല സബ്ജക്റ്റുകൾ എടുത്തവരാണ്. അവർക്ക് സോഷ്യോളജി ഒരു ബേസ് ഇല്ലാത്തവരാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ അവർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ ലേണറിന് സബ്ജക്റ്റിനെ പരിചയപ്പെടുത്തുക, അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻഡക്ഷൻ, ഇൻഡ്യൂസിങ് ദ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് ദ സബ്ജക്ട് ടു ദ ലേണർ ഓർ ഇൻഡ്യൂസിങ് ദ ലേണർ വിത്ത് ദ സബ്ജക്ട് എന്നൊക്കെ പറയാം. അങ്ങോട്ട് ലേണറിനെയും സബ്ജക്റ്റിനെയും തമ്മിൽ ഒരു ബന്ധപ്പെടുത്തുന്നതാണ്, ഒന്ന് കോർത്തിണക്കുന്നത് അതിന്റെ പ്രോസസ്സാണ്. അതൊരു സ്കില്ലാണ്. പിന്നീട് ഓരോ ക്ലാസ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്കില്ലാണ്. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു സ്കില്ലാണ്. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, നമ്മൾ ഓരോ ഇത് കൊടുക്കുമ്പോഴും നമ്മുടെ ടീച്ചറിന്റെ വോയിസ്, ടീച്ചറിന്റെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, അതൊക്കെ വെറൈറ്റി കൊടുക്കുക, വേരിയേഷൻ കൊടുക്കുന്നത് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയും. സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഉത്തരം തരുമ്പോഴൊക്കെ അതിനെ നമ്മൾ
handle, the way of handling the responses of the students. അതിന് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ, അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ഓരോന്ന് പറയുമ്പോഴും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ ധാരാളം സ്കില്ലുണ്ട്. പിന്നെ കൺക്ലൂഷൻ, സ്കിൽ ഓഫ് കൺക്ലൂഷൻ, സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയും. ക്ലാസ് നിർത്തുന്നത്, ക്ലാസ് കൺക്ലൂഡ് ചെയ്യുക, ക്ലാസ് അവസാനിപ്പിക്കുന്നത്, അതാണ് സ്കിൽ ഓഫ് ക്ലോഷർ, ക്ലാസ് നിർത്തുന്ന രീതി. ഇതെല്ലാം തന്നെ ടീച്ചിങ് സ്കിൽസ് ആണ്. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ BEdന് ഇപ്പോൾ പോയി നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ 2 വർഷമൊക്കെ ചെലവഴിക്കണം. ഇത് സ്കൂളിൽ പഠിപ്പിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ ആ ലെവലിലേക്ക് പോയാൽ മതി. ഇല്ലാത്തവര് ഞാൻ നിങ്ങളോട് ഒരു PG കോഴ്സ് പറഞ്ഞു തന്നിരുന്നു, അത് നിങ്ങൾ സൗകര്യം പോലെ മതിയാകും. MA ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. MA എഡ്യൂക്കേഷൻ കോഴ്സ് ഇഗ്നോവിനുണ്ട് ഇപ്പോൾ, വേറെ എങ്ങും എനിക്കത് അറിയില്ല. മറ്റ് യൂണിവേഴ്സിറ്റികൾക്കുള്ളതായിട്ട് അറിവില്ല. ഇഗ്നോവിന് MA എഡ്യൂക്കേഷൻ ഉണ്ട്. 2 വർഷം പഠിച്ചാൽ മതി. അത് ഓപ്പൺ ആയിട്ട് പഠിക്കാം, നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. ക്ലാസ്സിന് പോകണമെന്നില്ല, കമ്പൽസറി അല്ല ക്ലാസ്. എക്സാം എഴുതുക, അസൈൻമെന്റുകൾ ചെയ്യുക, ചില പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യുക, അവസാനം ഒരു പ്രോജക്റ്റും ചെയ്യുക. ഇത്രയൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്സ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്നെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിക്കുന്നതോടുകൂടി ടീച്ചിങ് സ്കിൽസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ദെൻ യൂസ് ഓഫ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ്, നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ, ടീച്ചിങ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ കഴിയുക ടീച്ചറിന്. ക്ലാസ്സിൽ നല്ല ഡിസ്കഷൻസ് കൊടുക്കുക, ഇടയ്ക്ക് ഒരു സെമിനാർ നടത്തുക, കൂടെ മാസത്തിൽ ഒരു സെമിനാർ വീതം നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് സംഘടിപ്പിക്കുക, അത് ക്രമീകരിക്കുക, അതിലൂടെ പഠിക്കുക. കുട്ടികൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സെമിനാറായിട്ട് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റുഡൻസിന് തന്നെ അതിന്റെ ചുമതല കൊടുക്കാം. അവർ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്ത് റെഡിയാക്കും. ഓക്കെ, പേപ്പർ പ്രസന്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഡിസ്കഷൻ ഒക്കെ നടത്താം. നമുക്കതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പൊ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ടീച്ചിങ്ങിന് ഉപയോഗപ്പെടുത്തുക. ദെൻ ലേണർ ഫ്രണ്ട്ലി അപ്രോച്ച്, എപ്പോഴും നമുക്ക് പഠന സൗഹൃദമായ, വിദ്യാർത്ഥി സൗഹൃദമായ ഒരു സമീപനം, അതാണ് അപ്രോച്ച്. ഒരു സമീപനം ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള അത്രയും ക്ലാസ്സുകൾ എടുത്ത സമയത്തേക്ക് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വലിയ താല്പര്യം, ഒരു ആവേശം, ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ സമീപനവും അതുപോലെ ആയിരിക്കാം, നിങ്ങളുടെ സമീപനം തിരിച്ചെന്നോടും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു ടീച്ചർ ഫ്രണ്ട്ലി ആൻഡ് ആ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. ടീച്ചർ സ്റ്റുഡന്റ് റാപ്പോർ എന്ന് പറയും. അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ്. There should be a cordial relationship between the teacher and the students. അത് വളരെ പ്രധാനപ്പെട്ടത്, ഒരു ക്ലാസിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട. So there should be a learner friendly atmosphere in the class throughout the class. അവിടെ ക്ലാസ്സിലുടനീളം അങ്ങനെ ഉണ്ടാവണം. Then personality and behavior of the teacher. അധ്യാപകന്റെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ വോയിസ്, തന്റെ ക്ലാരിറ്റി ഓഫ് ദ വോയിസ് പ്രസന്റഡ്, pleasing manners, behavior, തന്റെ പെരുമാറ്റം, not only in the classroom but outside the class as well. Outside the class also, the students may be watching, students may be observing the teacher outside the class more than what he is in the classroom. ക്ലാസ് മുറിയിൽ അധ്യാപകനെ വീക്ഷിക്കുന്നതിനേക്കാൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത് ക്ലാസ് മുറിക്ക് പുറത്താണ്. ഒരുപക്ഷെ നമ്മളത് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ് മുറിയിലും ക്ലാസ് മുറിക്ക് പുറത്തും ഒരു സ്ഥിരമായ സ്വഭാവത്തിന്റെ, നല്ല പ്ലീസിങ് ആയിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയായി മാറണം എന്നുള്ളത് നമുക്കൊരു ഗ്രേസ് ആണ്, വലിയ ഈശ്വരന്റെ അനുഗ്രഹമാണത്, ഈശ്വരന്റെ കൃപയാണ്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദെൻ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത്. ടീച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റ് എബിലിറ്റിയാണ്. കുട്ടികളുമായിട്ട്
പൊരുത്തപ്പെടാനുള്ള, അവരുടെ സ്വഭാവവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ്, അതിനുള്ള കഴിവ്. ഓക്കെ, അതിനുള്ള മാനസികമായ ആരോഗ്യം, നല്ല ഒരു മെന്റലി ആക്റ്റീവ് ആയിരിക്കണം. മെന്റൽ ഹെൽത്ത് അങ്ങനെയാണ്. മാനസികാരോഗ്യം, ശരീരത്തിന്റെ ഹെൽത്ത് മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം കൂടെ. വളരെ ആക്റ്റീവാണ്, വളരെ സജീവമാണ്, കുട്ടികളോടൊത്ത് എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകനായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത്. ദെൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ് ടു മച്ച് ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുന്ന ആളായിരിക്കരുത്. ഹി ഷുഡ് നോട്ട് ബി ആൻ അതോറിറ്റേറിയൻ, he should not be an autocrat. Instead, he should be a democratic personality, a democratic administrator, giving adequate freedom and at the same time giving adequate discipline also. There should be control, adequate control. ആവശ്യത്തിന് സ്വാതന്ത്ര്യവും ആവശ്യത്തിന് നിയന്ത്രണവും കൊടുക്കുന്ന ഒരാളായിരിക്കണം. ആവശ്യത്തിന് എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയാണ് ആവശ്യം എന്ന്, ചില സമയത്ത് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. വളരെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഒരു സമയത്ത് നമ്മൾ അതിനനുസരിച്ച് സ്വാതന്ത്ര്യമേ കൊടുക്കാവൂ. അതാണ് ആവശ്യത്തിന്. what is required, giving adequate freedom. What all freedom is needed to that particular situation, they are given. കൊടുക്കുന്നു. അത് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ആവശ്യത്തിന് നിയന്ത്രണവും വയ്ക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കും. The teacher should be a democratic leader. He should not be an autocrat or a laissez-faire leader. Laissez-faire leader എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഒരു ലീഡറാണ് laissez-faire leader അല്ല. ഒരു ഫ്രീഡം കൊടുക്കാത്തവരെയാണ് ഓട്ടോക്രാറ്റ് എന്നോ അതോറിറ്റേറിയൻ ലീഡർ എന്ന് വിളിക്കുന്നത്. അല്ല, അത് രണ്ടും ആകരുത്. എന്നാൽ ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കണം. ഹി ഷുഡ് ബി എ ഡെമോക്രാറ്റിക് ലീഡർ. Then he should follow professional ethics. We know that teaching is a profession. So every profession has professional ethics. In medical profession, in law, and in every professional course, there will be professional ethics. That means hello. Sir. നെറ്റ് പോയായിരുന്നോ ഇടയ്ക്ക്? നെറ്റ് ഇടയ്ക്ക് പോയായിരുന്നോ? ഇടയ്ക്ക് പോയി. ഓക്കെ. ഇപ്പൊ മ്യൂട്ട് ആയി പോയായിരുന്നു, ഇപ്പൊ ഉണ്ട്. ഇടയ്ക്ക് പോയി, ഇപ്പൊ വന്നു അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞത് ഒത്തിരി നിങ്ങൾ മിസ് ചെയ്തോ? ഇല്ല. ഡിസിപ്ലിൻ ഒക്കെ പറഞ്ഞത് കേട്ടോ? ഡിസിപ്ലിൻ, ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത്. ഓക്കെ. Then discipline, then professional ethics, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രൊഫഷണൽ എത്തിക്സ്. അത് പറഞ്ഞത് in every profession there is a set of codes and conducts to be followed by the professional. ഏത് പ്രൊഫഷനിലും അതിലെ പ്രൊഫഷണൽസ് ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് സ്വഭാവ സംഹിതകളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അവരങ്ങനെയുള്ള സമീപനം, മനോഭാവം, സ്വഭാവം, അവരുടെ പ്രതികരണങ്ങൾ, അവർ ഫോളോ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു സംഹിതയ്ക്കാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. മെഡിക്കൽ എത്തിക്സ് പറയുന്നത് ഒരു രോഗിയെ ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രോഗിയുടെ മതമോ ആ രോഗിയുടെ ജാതിയോ നോക്കിയിട്ടല്ല ചികിത്സിക്കേണ്ടത്. ആ രോഗിയെ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് അവൻ ഏറ്റവും പാവപ്പെട്ടവനാണോ? പിന്നെ ചിലരൊക്കെ ചോദിക്കും, ഡോക്ടർ ചെയ്തിട്ട് ഡോക്ടർക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഓപ്പറേഷൻസ് ആരോടും ചോദിക്കാതെ ഡോക്ടർ ചെയ്യാൻ പറ്റൂല. കാരണം അത് ഒരു ഹോസ്പിറ്റലിലെ
അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ ഭാഗമായി മാനേജ്മെന്റ് അദ്ദേഹത്തെ ചിലപ്പം പിരിച്ചുവിട്ടെന്നിരിക്കും ആവശ്യക്കാര്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് അതിന് സൗകര്യമുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും, നിങ്ങൾ തീരുമാനിക്കാനൊക്കെ അവരോട് പറഞ്ഞെന്നിരിക്കും. അല്ലാതെ ഒരു ഇന്ന ആളായതുകൊണ്ട് ചികിത്സ മുടക്കുക അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതൊന്നും എത്തിക്സിന്റെ ഭാഗമല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെയാണ് നമ്മുടെ ഒരു അധ്യാപകന്റെ മുമ്പിൽ we may be facing several different categories of students. There should not be any discrimination among the various students based on caste or creed or color. ഒന്നിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികളെ വേർതിരിച്ച് കാണുവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനൊക്കെ അതീതരായി മാറണം നമ്മൾ. അതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം ചേർന്ന് മനസ്സിലാക്കേണ്ടതാണ് പേഴ്സണൽ വാല്യൂസ്. മാനുഷിക മൂല്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു മൂല്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പേഴ്സണൽ വാല്യൂസ്. ഹി ഷുഡ് ബി എ മാൻ ഓഫ് വാല്യൂസ്. മൂല്യമുള്ള വ്യക്തിയായിരിക്കണം. ഒരു മൂല്യമുള്ള വ്യക്തിക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും നടത്താൻ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലും ആ ഡിസ്ക്രിമിനേഷനൊക്കെ അതീതനായ ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ എ മാൻ ഓഫ് വാല്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വൈഡ് റേഞ്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. ടീച്ചേഴ്സിൽ അവഗാഹം നേടുന്നതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റ് റിലേറ്റഡ് സബ്ജക്റ്റുകൾ കൂടെ പഠിക്കുമ്പോഴത്തേക്ക് അതെല്ലാം അവഗാഹം വരികയാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ റിലേറ്റഡ് ഫീൽഡിലും കൂടെ കിട്ടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ ഒരു വിശാല വീക്ഷണമുള്ള ലോങ് വിഷനുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. ടീച്ചറിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നല്ല ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരിക്കണം. വൈഡ് റേഞ്ച് വിഷൻസ് ഉള്ള, അംബീഷൻസ് ഉള്ള, കുട്ടികളെ അതിന് പ്രാപ്തനാക്കുന്ന വ്യക്തിയായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മളത് പറയും. ഇതൊക്കെ ടീച്ചർ എന്ന് പറയുന്ന സിംഗിൾ ഫാക്ടറിനെ ആശ്രയിച്ചിരിക്കും. ഈ എല്ലാ ഫാക്ടേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി തിയറിയിൽ ലേണർ എന്ന് പറയും, പക്ഷേ തിയററ്റിക്കലി നമ്മൾ ലേണർ എന്ന് പറയുന്നെങ്കിലും ടീച്ചർ എന്ന ഫാക്ടറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോ അധ്യാപകൻ എന്ന ഒരു സിംഗിൾ പേഴ്സൺ, the teacher determines the destiny of the teaching learning process or education. So who is the single factor determining the destiny of education എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ട ഫാക്ടർ ടീച്ചർ തന്നെയാണ്. ടീച്ചറാണ് ഒരു എഡ്യൂക്കേഷന്റെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്ന വ്യക്തി, സിംഗിൾ പേഴ്സൺ. എന്നാൽ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ കീ ഫാക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ടീച്ചർ എന്ന് പറയില്ല, അത് ലേണർ എന്ന് തന്നെ പറയാം. Who is to be given more emphasis? Whether the teaching learning process or in the but who determines the destiny of education? അത് ടീച്ചറാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയാമോ? അത് ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഇതിനകത്തുള്ളതല്ല. ഞാൻ പേഴ്സണലി ഞാൻ ഓർത്തുകൊണ്ടങ്ങ് പറഞ്ഞത് രണ്ടു കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ ഹു ഈസ് ദ കീ പേഴ്സൺ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് ചോദിച്ചാൽ, പഠന അധ്യാപന പ്രക്രിയയിലെ കീ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദ ലേണർ എന്നാണ് പറയുന്നത്. ദ ലേണർ. കാരണം അവിടെ ലേണർക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലേണർ പഠിക്കണം. ലേണർ പഠിക്കുന്നതിന് ഒരു പ്രേരണ ശക്തിയായിട്ട് മാത്രമേ നമ്മൾ ടീച്ചറിനെ അവിടെ കാണുന്നുള്ളൂ. ലേണറാണ് പഠിക്കേണ്ടത്. ലേണർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് ലേണിംഗ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്.
If the learner is not learning, the teacher may not be having so much importance. Learning നടക്കുന്നില്ലെങ്കിൽ ടീച്ചറിന്റെ ആ ടീച്ചിങ് പ്രോസസ്സിന് സൗണ്ട് കേൾക്കണില്ല. ഹലോ, ഇപ്പൊ കേൾക്കാമോ? അതെ, കറക്റ്റ് ആണ് സീമ വളരെ കറക്റ്റ് ആണ്. മഴ ഇവിടെ മഴയില്ല ഇപ്പോൾ, പക്ഷേ നല്ല കോള്, ഒരു അന്തരീക്ഷം അത്ര ക്ലിയർ അല്ല. മഴ പെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ മൊത്തത്തിൽ നെറ്റിന്റെ ഒരു കണക്ടിവിറ്റിയുടെ പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സാറ് സ്റ്റക്ക് ആയിരുന്നു, സാറിന് കേൾക്കുന്നില്ലായിരുന്നു. കുറച്ചു മുമ്പ് അത് കണക്ടിവിറ്റിയുടെ പ്രശ്നമാണ് മോളെ, കേട്ടോ, കണക്ടിവിറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പൊ തിരിച്ചു കിട്ടി, വീണ്ടും വന്നു. അപ്പൊ ഇനി ഇതുപോലെ ഇടയ്ക്ക് വല്ലതും ഇങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കണം, കേട്ടോ. ഞാൻ തീർത്തും വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ റിപ്പീറ്റ് ആവർത്തിക്കുകയാണ്. കാരണം എക്സാമിന് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ കുഴയരുത് എന്നുള്ളതാണ്. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ കീ പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ലേണർ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു ഡെസ്റ്റിനി നിർണയിക്കുന്ന വ്യക്തി, ആ സിംഗിൾ പേഴ്സൺ എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്രസീവ് കമ്മ്യൂണിറ്റി പറഞ്ഞ സെൻഡറിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള എക്സ്പ്രസീവ് കപ്പാസിറ്റി കൊണ്ട് ഇംപ്രസ്ഡ് ആയി മാറുന്ന ലെവലിലേക്ക് റിസീവേഴ്സ് എത്തും. അതാ ടീച്ചറിന്റെ വ്യക്തിത്വമാണ്, വ്യക്തിത്വ പ്രഭാവമാണ്. ടീച്ചറിന്റെ ആ മാഗ്നിഫിക്കൻറ്റ് പേഴ്സണാലിറ്റി can influence a lot. The students can be influenced by the expressive capacity and competence often can make the teaching learning process an effective one. ഒരു വളരെ ഇഫക്റ്റീവായ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആക്കിയെടുക്കാൻ ടീച്ചർ എന്ന വ്യക്തിയുടെ ആ മാഗ്നിഫിക്കൻറ്റ് കപ്പാസിറ്റി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു കീ പേഴ്സൺ എന്ന് പറയുന്ന ആളായിട്ട് ടീച്ചറിനെ കാണാൻ എന്നിരുന്നാലും ആ ലേണർ എന്ന കീ പേഴ്സണെ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യിച്ച് ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അത്ര ഇഫക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകം ടീച്ചർ തന്നെയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കത്തിൽ ഈ രണ്ട് വ്യക്തികളുമാണ് ഇവിടെ നല്ല ഈ ടീച്ചിങ് പ്രോസസ് ഇഫക്റ്റീവ് ആക്കുന്നതിൽ സഹായിക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം ലേണറാണ്. So learner is the key person. Basic potential of the learner
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലേണർ ഷുഡ് ഹാവ് സം ബേസിക് കപ്പാസിറ്റീസ്, ബേസിക് കേപ്പബിലിറ്റീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് വാട്ട് ഹാസ് ബീൻ ടോട്ട്. പ്രസന്റ് ചെയ്യുന്ന പഠിപ്പിച്ച ടോപ്പിക്കിന്റെ ആദ്യ പാഠങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു ബേസിക് കപ്പാസിറ്റി ലേണേഴ്സിനുണ്ടാവണം. അപ്പൊ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അതിന്റെ ബേസിക് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. പക്ഷെ യു ഹാവ് ദ ബേസിക് പൊട്ടൻഷ്യൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തും ടീച്ചറിനും ഉണ്ടാകണം, കുട്ടിക്കും ഉണ്ടാവണം, ലേണറിനും ഉണ്ടാവണം. ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടോ തലവേദനയോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടായാൽ പ്രശ്നങ്ങളല്ലേ, ബുദ്ധിമുട്ടുണ്ട്. ദ ലേണിംഗ് സ്കിൽസ്, നമ്മൾ ടീച്ചിങ് സ്കിൽസ് പറഞ്ഞതുപോലെ ലേണിംഗ് സ്കിൽസ് ആണ്. യൂസ് ഓഫ് ലാംഗ്വേജ്, എബിലിറ്റി ടു സ്പീക്ക്, എബിലിറ്റി ടു റൈറ്റ്, എബിലിറ്റി ടു റീഡ് the language, ability to comprehend the language. ലേണിംഗ് സ്കില്ലാണ് അതൊക്കെ. ഭാഷ ഉപയോഗിക്കാൻ, ഭാഷ കേട്ട് മനസ്സിലാക്കാൻ, ഭാഷ സംസാരിക്കുവാൻ, ഭാഷ എഴുതുവാൻ, എഴുത്തു ഭാഷ വായിക്കുവാൻ, റീഡ് ചെയ്യാൻ എല്ലാം ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം. അത് ലേണിംഗ് സ്കില്ലാണ്. ലേണേഴ്സ് ലേണിങ്ങിനായിട്ട് ലേണേഴ്സിന് ഉണ്ടായിരിക്കേണ്ട നൈപുണ്യങ്ങളെയാണ് ലേണിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു യൂസ് ദ ലാംഗ്വേജ്, എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ദ ലാംഗ്വേജ്, കോംപ്രിഹെൻഡ് ദ ഐഡിയാസ്, ഒത്തിരി 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 ഉണ്ട് അങ്ങനെ. ഓക്കെ, ദെൻ ലെവൽ ഓഫ് ആസ്പിറേഷൻ. ആസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആകാംക്ഷയും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനവുമാണ് ആസ്പിറേഷൻ. കുട്ടിയുടെ ആ ആവേശം, പഠിക്കുവാനുള്ള ആവേശം, പഠിക്കുവാനുള്ള താല്പര്യം, അതെല്ലാമാണ്. സ്ലൈഡ് ഷെയർ ചെയ്യുന്നില്ല അല്ലേ? ഓ ശരി 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 ശരി, ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. Language, okay. Physical and mental health, learning skills, of aspiration, നമ്മൾ കാണിക്കുന്ന ആ ഒരു നമുക്ക് എവിടെ എത്തിച്ചേരണം, നമുക്ക് എവിടെ ആരാകണം, നിങ്ങൾ കോളേജ് അധ്യാപകരാകണം എന്ന് ഇതിലെ ഒരു മെജോറിറ്റിയും ആഗ്രഹിക്കുന്നുണ്ട്. എഴുതണം, PSCയുടെ ടെസ്റ്റ് എഴുതണം കേട്ടോ, PSCയുടെ ടെസ്റ്റ് എഴുതണം. ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് നിസ്സാരമല്ല. നമ്മൾ കോളേജിലേക്കൊക്കെ പഠിച്ചു, നെറ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് മറ്റൊരു ജോലിക്കും പോകില്ല എന്ന് ധരിക്കരുത്. PSCയുടെ ടെസ്റ്റുകൾ എഴുതണം. ഗവൺമെന്റിൽ ഒരു സെർവന്റ് ആകുക എന്ന് പറഞ്ഞാൽ നല്ല പ്രൊമോഷൻ കിട്ടുന്നതാണ്. നമുക്കൊരു പൈസ ചെലവ് വരത്തില്ല, അങ്ങനെ കൈക്കൂലി ഒന്നും കൊടുത്ത് ജോലി വേണ്ട. നമ്മൾ ടെസ്റ്റ് എഴുതുക, ഏതായാലും മെറിറ്റിൽ കുറെ പേർക്കെങ്കിലും കിട്ടും. കിട്ടാതില്ല, ആർക്കും മെറിറ്റ് കിട്ടാതൊന്നും കൈക്കൂലിയുടെ പുറത്തൊന്നും എല്ലാ സീറ്റുകളും പോകത്തില്ല, അതൊക്കെ ഉറപ്പാണ്. ഏത് മിനിസ്ട്രി വന്നാലും എല്ലാ സീറ്റും കൈക്കൂലി അഴിമതിയിലൊന്നും പോകത്തില്ല. നമ്മൾ അങ്ങനെ അടച്ചൊന്നും ഒന്നിനെയും കുറ്റപ്പെടുത്താൻ പാടില്ല.
പിന്നെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഫീൽഡിൽ കുറച്ചൊക്കെ അഴിമതികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ച നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് എഴുതുക. നമുക്ക് ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യത ഒരുപാടുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാ ടെസ്റ്റുകളും എഴുതണം. നിങ്ങൾ ബാങ്ക് ടെസ്റ്റുകൾ എഴുതുക, PSCയുടെ ടെസ്റ്റുകൾ എഴുതുക, LICയുടെ ടെസ്റ്റ് എഴുതുക, UPSC ടെസ്റ്റുകൾ വരും, അതെഴുതണം. എവിടെയാണ് നമുക്ക് കിട്ടുന്നത് അവിടെയൊക്കെ കയറണം. ഇതിനിടയിൽ നെറ്റും എഴുതുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ആസ്പിറന്റ് ആയിരിക്കണം. അങ്ങനെ വരുന്നവരെയാണ് നമ്മൾ ആസ്പിറേഷൻ, അതിനെയാണ്, ആ ആവേശത്തിനാണ് പറയുന്ന ആസ്പിറേഷൻ. നമ്മളൊരു ആസ്പിറന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആവേശം കാണിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഔത്സുക്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. പരീക്ഷകള്, ടെസ്റ്റുകൾ എഴുതുന്നത് നമ്മുടെ ഒരു ആവേശമായിട്ട് മാറണം. അല്ലാതെ അയ്യോ എനിക്കിത് കിട്ടുമോ, ഒന്നും കിട്ടാൻ പോകുന്നില്ല, അതൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ്, ബി പോസിറ്റീവ്, എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ച് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ലെവൽ ഓഫ് ആസ്പിറേഷൻ അത്രയ്ക്ക് ഹൈ ആയിരിക്കണം. നമ്മുടെ ഗോൾസ് ഓഫ് ലൈഫ്, വി ഷുഡ് ഹാവ് ആൻ അൾട്ടിമേറ്റ് ഗോൾ. ഒരു അൾട്ടിമേറ്റ് ഗോൾ, എനിക്ക് ഇന്നതാകണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ പഠിക്കും, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും, എന്തൊക്കെയിലേക്ക് പോകണം, ഓക്കെ, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു PG എടുത്തു, നിങ്ങൾക്ക് ഒരു MBA എടുക്കാം. മറ്റ് ലൈൻ തിരിഞ്ഞു പോകേണ്ടവർക്കാണെങ്കിൽ MBA പഠിക്കാം. ഇഗ്നോയിലൊക്കെ MBA ഉണ്ട്. MBA ഇപ്പൊ ഇഗ്നോ മാത്രമല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും MBA ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനൊരു ഒരു സെക്കൻഡ് ഒരു കോൾ എടുത്തോട്ടെ. ഹലോ, ഞാനൊരു ക്ലാസ്സിലാണ്, പറഞ്ഞു. ഇത് കഴിയട്ടെ, 8:45 ഓക്കെ. Okay, goals of life, ultimate goal, long-term goals, then immediate goals. പെട്ടെന്ന് നേടേണ്ടത്. ഇപ്പൊ PG കഴിഞ്ഞു, നമ്മളിപ്പോ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ടെസ്റ്റുകൾക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾസ് ആണ്. അപ്പൊ ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ കാര്യം എക്സാമ്പിൾ പറയുന്നെങ്കിലും ശരിക്കും നമ്മളിവിടെ പഠിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല, ഒരു കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കാര്യമാണ്. അവരോട് നിങ്ങൾ പറയേണ്ടതാണ്, യു ഷുഡ് ഹാവ് ആൻ അൾട്ടിമേറ്റ് ഗോൾ. നിങ്ങൾക്ക് ആരായി മാറണം, ഹു യു വാണ്ട് ടു ബിക്കം. എന്നിട്ട് അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ കിടക്കുന്നത്. ഡിഗ്രിക്ക് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് PGക്കാണോ പോകണം, PGയുടെ ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത്. ഒരു BSCയോ പഠിച്ച കുട്ടി, അവനെ ഒരു മാനേജർ ലെവലിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവനെ ആ മാനേജ്മെന്റ് കേഡറിലേക്ക് വിടുക, MBA ലെവലിലേക്ക് അവനെ വിടുക, തിരിച്ചു വിടുക. ഒരു MSCക്ക് പോകാതെ ഒരു MBA പോയി. അടുത്ത സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, BCom എടുത്ത ആളാണ്, MComന് പോകാൻ പലരും അവരോട് പറഞ്ഞു. പക്ഷെ MBAക്ക് പോയി ഇപ്പം നല്ല ഒരു ജോലി, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ഇപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെട്ട ആ കുട്ടിയുടെ പെൺകുട്ടിയാണ്, ആ കുട്ടിയുടെ ആങ്ങള എൻ്റെ കൂടെ ഇന്ന് യാത്ര ചെയ്തു, എൻ്റെ കാറിൽ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, BCom ആയിരുന്നു, MComന് പോകാൻ പലരും പറഞ്ഞിട്ടും അവൾക്ക് MBA മതി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ MBAക്ക് പഠിച്ചു. അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, ഇപ്പൊ ജോലി ഉറപ്പായി. എക്സാം ഇപ്പൊ കഴിയും. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടെസ്റ്റുകൾ അനുസരിച്ച് പകരം അവരുടെ ക്ലാസ്സുകൾ സബ്ജക്റ്റ് പഠിപ്പിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവരെ താല്പര്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ദെൻ റെഡിനെസ് ആൻഡ് വിൽ പവർ. കുട്ടിയുടെ റെഡിനെസ് ടു ലേൺ, വിൽ പവർ, നല്ല 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 എന്താ പറയുന്നത്, ഉറച്ച ഒരു മാനസിക ധൈര്യമുള്ള കുട്ടിയായിരിക്കണം. അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ ആക്കണം, നല്ല ധൈര്യമുള്ള കുട്ടികളാക്കണം. സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള കുട്ടികൾ ധാരാളം കാണും. നിങ്ങളുടെ ഡിഗ്രിക്കും ഒക്കെ വരുന്ന കുട്ടികൾ, അവരെ നമ്മൾ സ്റ്റേജിൽ കയറ്റുക, പ്രസന്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ക്ലാസ് എടുപ്പിക്കുക, ഇടയ്ക്കൊക്കെ പേപ്പർ പ്രിപ്പയർ ചെയ്യുക, അത് പ്രസന്റ് ചെയ്യാൻ പറയുക. ഓക്കെ, അങ്ങനെ 2-3 പ്രാവശ്യം പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾ നല്ല ധൈര്യമുള്ളവരായിട്ട് മാറും. പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ കമ്പയറിങ്ങും
മറ്റതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ അവർക്ക് കൊടുക്കണം. പ്രയർ സോങ് പാടാനും എക്വിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവരതൊക്കെ ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ റെഡിനെസ് ആൻഡ് വിൽ പവർ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ സപ്പോർട്ട് മെറ്റീരിയൽസ്. ടീച്ചറും ലേണറും കഴിഞ്ഞു. ഇനി സപ്പോർട്ട് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിന് ആവശ്യമായിട്ടുള്ള നമ്മളെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രി മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽ, ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, വർക്ക് ബുക്ക് തുടങ്ങിയുള്ള കുറേ ഐറ്റംസിനെയാണ് നമ്മൾ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ ഓഡിയോ കോഴ്സസ് ഉണ്ട്, സ്വയം മൂക്ക് തുടങ്ങിയുള്ള ഓൺലൈൻ കോഴ്സുകൾ. നമ്മളത് നേരത്തെ അത് കണ്ടതാണല്ലോ. ഓക്കെ, ഇനി ഞാൻ സ്ട്രാറ്റജികൾ പറയുന്നിടത്ത് അതൊന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഓൺലൈൻ ടെസ്റ്റുകളുണ്ട്, ഓൺലൈൻ ടെസ്റ്റ്. അതൊക്കെ നമുക്ക് ആ ടെസ്റ്റ് ഒക്കെ കയറി ചെയ്യാനും എക്സാംസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ടെസ്റ്റുകൾ കൊടുക്കാം. നമ്മൾ കോഴ്സിനോടൊപ്പം തന്നെ ഓൺലൈൻ ടെസ്റ്റുകൾ അവർക്ക് കൊടുത്താൽ അത് അവർ ഓൺലൈൻ നെറ്റിൽ കയറി നമ്മുടെ സൈറ്റിലേക്കായിരിക്കും, ഗൂഗിൾ ക്ലാസ് റൂമോ വാട്സാപ്പിലൂടെ ഒക്കെ നമുക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. അവരത് ആൻസർ ചെയ്ത് അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കാണാനും വാല്യൂ ചെയ്യാനും മാർക്ക് അയച്ചു കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സാധിക്കും. ഓൺലൈൻ ടെസ്റ്റുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. സ്മാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ടെക്നോളജി ആൻഡ് സൈക്കോളജി ലാബ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനതെല്ലാം മുമ്പേ പറഞ്ഞതെന്നാണല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നിടത്ത് നമുക്കത് പറയാം. ലാംഗ്വേജ് ലാബ് വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി ഫോർ ദ ലേണിംഗ് ഓഫ് ലാംഗ്വേജസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഒരു ലാംഗ്വേജ് ലാബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഫൊനറ്റിക്സ് ഒക്കെ നമുക്ക് കേട്ടും അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഫെസിലിറ്റി ആയിട്ടുള്ള ടീച്ചിങ് അറേഞ്ച്മെന്റ്സ് മനസ്സിലായില്ലേ? നമ്മൾ ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന മേശയും അതിനോട് ചേർന്നുള്ള ബെഞ്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും അവരവരുടെ സീറ്റ് മാറാനൊന്നും പറ്റൂല. അപ്പം ക്ലാസ് റൂം ഫോർ ഓൾ പർപ്പസസ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് സാറിനെ കേൾക്കുക മാത്രമല്ല, നമുക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് ഡിസ്കഷൻ നടത്താനൂടെ പ്രയോജനപ്പെടണമെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഫൈബർ ആംറസ്റ്റ് ഇല്ലാത്ത ഫൈബർ ചെയർ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ച് അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള അത്ര ചെയർ നമ്മൾ എടുത്താൽ മാത്രം മതിയാവും. അതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫ്ലെക്സിബിൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ക്ലാസ് മുറിയുടെ ക്ലാസിന്റെ നേച്ചറിനനുസരിച്ച് ക്ലാസ് റൂം സൗകര്യങ്ങൾ, ഇച്ചിരി വലിപ്പമുള്ള മുറിയും അതിനനുസരിച്ചുള്ള ചെയേഴ്സും, എന്നാൽ വെച്ചെഴുതാനുള്ള സംവിധാനം കൂടെ ചില സമയത്ത് വേണം. അതായത് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാനൂടെ സൗകര്യങ്ങളും വേണം, എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുവാനും സാധിക്കണം. ലബോറട്ടറീസ്, സെമിനാർ റൂംസ്, സെമിനാർ ഹാൾസ് നമ്മൾ പറഞ്ഞല്ലോ, സെമിനാർ റൂംസ് വേണം. ഓൺ ക്യാമ്പസ് ക്ലിനിക് ആണ്. ഓൺ ക്യാമ്പസ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു ക്ലിനിക് ഫെസിലിറ്റി, ഒരു ഡോക്ടറെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സംവിധാനം, എന്തെങ്കിലും ബുദ്ധിമുട്ടൊരു കുട്ടിക്ക് വന്നാൽ അതൊന്ന് പരിഹരിക്കാനായിട്ട് ഒരു വലിയ ക്യാമ്പസ് ആണെങ്കിൽ അവിടെ ഒരു ഓൺ ക്യാമ്പസ് ക്ലിനിക് വളരെ നല്ലതാണ്. Then libraries, an online collection of reference materials. ലൈബ്രറി എന്ന് പറയുന്നതിന്റെ സൈബർ ചേർത്തുള്ള വാക്കാണ് സൈബ്രറി എന്ന് പറയുന്നത്. അപ്പം ഓൺലൈൻ മെറ്റീരിയൽസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ലൈബ്രറിയോട് ചേർന്ന് തന്നെയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ നമുക്ക് അറേഞ്ച് ചെയ്യണം. ദെൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS എന്ന് പറയും, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതൊരു വലിയ ഒരു പ്രോഗ്രാമാണത്. അത് മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് മുഴുവനായിട്ടും ഈ പറഞ്ഞ ഓൺലൈൻ സംവിധാനത്തിലേക്ക് അത് മാറുകയും കുട്ടികളെയും അധ്യാപകരെയും പേരൻസിനെയും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ സർവ്വ വിവരങ്ങളും അപ്പോഴപ്പോൾ പേരൻസിന് കിട്ടുകയും അതുപോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാനും
അവരുടെ ഗ്രേഡ് ആയാലും മാർക്ക് ആയാലും എല്ലാം അപ്പോൾ അവരുടെ അതിൽ പ്രത്യേകമായി പിന്നെ അപ്ലോഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു രീതിയാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പോഴുള്ള വലിയ കോളേജുകളിലൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബാംഗ്ലൂരിലൊക്കെയുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ മുഴുവനായിട്ടും ഈ LMS എന്ന് പറയുന്ന അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും മാർ ഇവാനിയസ് കോളേജും SB കോളേജ് പോലെയുള്ള കോളേജുകളിൽ LMS ഫെസിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്നാണ് ഇതിന് പറയുന്നത്. Then learning environment. Learning environment refers to the diverse physical locations, contexts and cultures in which the students learn. കുട്ടികൾ പഠിക്കുന്ന ആ സാഹചര്യങ്ങളെയാണ്, ഞാനത് ഒന്ന് വിശദീകരിച്ച് തന്നതാണല്ലോ നേരത്തെ. The term is traditionally used for denoting classroom with desks, benches and chalkboard. ഇത്രയൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ലേണിംഗ് എൻവയൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ. ക്ലാസ് മുറി, ഡെസ്കും ബെഞ്ചും ഒരു ചോക്ക് ബോർഡും കുറച്ച് ചോക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ സൗകര്യങ്ങളായി കഴിഞ്ഞ ഒരു ക്ലാസ് എടുക്കാം. എന്നാൽ ഇന്ന് അങ്ങനല്ല. Now we use the term to denote the entire offline and online backgrounds of learning. ഓഫ്ലൈൻ മാത്രമല്ല, ഓൺലൈൻ ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ലേണിംഗുമാണ് ഇന്ന് നമ്മൾ ലേണിംഗ് എൻവയൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിശാലമായ അർത്ഥമാണ് ഇന്ന് അതിനുള്ളത് എന്നൊന്ന് ഓർത്തിരിക്കുക. Then finally, institution. Institution plays an important role in effective teaching. Institution വളരെ പ്രധാനപ്പെട്ടതാണ്. Policies framed by the institutions, autonomy and management rules all have control over the teacher and the teaching learning process. Autonomy വളരെ പ്രധാനപ്പെട്ടതാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂഷണൽ സോവറിറ്റി, ഒരു സ്ഥാപനത്തിന് ഓട്ടോണമി കിട്ടുക. ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മാർ ഇവാനിയസ് കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആണ് എങ്കിൽ പോലും ആ കോളേജിന് അവരുടേതായിട്ടുള്ള കരിക്കുലവും അവരുടേതായിട്ടുള്ള എക്സാമിനേഷൻ സിസ്റ്റവും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഫൈനലായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ആണെന്നേ ഉള്ളൂ. എന്നാൽ കുറെ കൂടെ ഓട്ടോണമി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോളേജിന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തക്ക ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് മാറാം. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും. SB കോളേജ് ഒരു ഓട്ടോണമസ് കോളേജാണ്. അവരുടെ കരിക്കുലം, അവരുടെ പിന്നെ എക്സാമിനേഷൻ, അങ്ങനെയൊക്കെയുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്സാം ഒക്കെയും അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടായില്ലെന്നേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് ഇപ്പോഴും അവിടെ MG യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇനി ക്രമേണ അത് മാറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മാനേജ്മെന്റ് റൂൾസ്, ഇതെല്ലാം all have control over the teacher and the teaching learning process. അധ്യാപകനും അധ്യാപകന്റെ പഠന പ്രക്രിയ, ടീച്ചിങ് ലേണിംഗ്, അധ്യാപന പഠന പ്രക്രിയകൾക്കും ഒക്കെ ഇത് വളരെ സഹായകമാകും. ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ, അതിന്റെ ഓട്ടോണമി, അവരുടെ പോളിസികൾ, അവരുടെ മാനേജ്മെന്റിന്റെ റൂൾസ്, റെഗുലേഷൻസ്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ചേർന്നതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്നതാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ മനസ്സിലാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ടീച്ചറാണ്. എന്നാൽ അതിലൊട്ടും കുറയാത്ത, മൊത്തത്തിൽ പറയുമ്പോൾ ദ കീ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത് ലേണർ തന്നെയാണ്. ഇവിടെ ലേണർ തന്നെയാണ് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ നമ്മൾ ഒരിക്കലും ടീച്ചറിന്റെ റോൾ കുറയ്ക്കാൻ പാടില്ല. ഈ ലേണറിനെ പോലും മോട്ടിവേറ്റ് ചെയ്ത് ഇഫക്റ്റീവ് ലേണിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കേണ്ട ഘടകമാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ അതിന്റെ ആ റോൾ, അതിന്റെ ആ സിഗ്നിഫിക്കൻസ് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. പിന്നെ സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, then learning environment and institution. These are the most important factors affecting the teaching learning process. Okay,
നമുക്ക് പ്രസന്റേഷൻ അങ്ങോട്ടൊന്ന് നിർത്തുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 4 വരി ഗാനം, 4 വരി അല്ല, നമുക്ക് ഒരു പാട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പാടിയിട്ട് നമുക്ക് ഒരു റെസ്റ്റ് എടുക്കുകയാണ്. 2-3 മിനിറ്റ് മതി. അതിനുശേഷം നമ്മൾ ബാക്കി എക്സസൈസും ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ വലിയ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, പഴയ ഒരു ഗാനമാണ്. നമ്മളിപ്പോ ഇവിടെ മിക്കവാറും നമ്മൾ നല്ല പഴയ ഗാനങ്ങളാണ് പാടുന്നത്. ഒത്തിരി സന്തോഷമുള്ള, എനിക്കും വളരെ സന്തോഷമുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്, പൂങ്കിനാവുകൾ നമ്മൾ കാണാറുണ്ട്. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. പൂങ്കിനാവ് കണ്ടിട്ടുള്ളവരാരെങ്കിലും അതിനകത്തുണ്ടോ? അതിനകത്ത് ഓമലാളെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് ആ ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സന്തോഷകരമായ അനുഭവങ്ങൾ ഇവിടെ ഈ കവി പങ്കുവയ്ക്കുന്ന ഒരു ഗാനമാണ്, മനോഹര ഗാനമാണ്. നമുക്കൊന്ന് ചെന്ന് പാടാൻ കേട്ടോ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. 4 നീലപ്പന്തലിട്ടു വാനിലമ്പിളി, നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. 4 നീലപ്പന്തലിട്ടു വാനിലമ്പിളി, നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. കുണുങ്ങി നിന്നു, നാണം കുണുങ്ങി നിന്നു. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. താലി ചാർത്തും ഞാനീ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകൻ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. Okay, thank you very much. സോ നമ്മളൊരു 2-3 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതെ, വളരെ വളരെ നൊസ്റ്റാൾജിക് ഡോക്ടർ ശാലിനി പറയുന്നു. നമ്മളൊരു പഴയ കാലത്തേക്ക് ഒന്ന് മാറിപ്പോയതുപോലുണ്ട് അല്ലേ? വളരെ വളരെ മനോഹരമാണ്. എനിക്ക് ഇങ്ങനെയുള്ള പഴയ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുമ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ, നമ്മളൊക്കെ പുതിയ ന്യൂജൻ പാട്ടുകളാണ് ഇപ്പം ചെറുപ്പ തലമുറയ്ക്കൊക്കെ വളരെ ഇഷ്ടം. പക്ഷേ അന്നത്തെ പാട്ടുകൾക്കൊക്കെ എത്രയോ അർത്ഥമുണ്ടായിരുന്നു. എത്രയോ അർത്ഥമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെയാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ലാസ്സുകളിൽ ഓരോ പാട്ടുകളെങ്കിലും നമുക്കൊന്ന് പാടി. ഇത്രയ്ക്ക് മനോഹരമാണ് ലിറിക്സ്. കറക്റ്റാണ് ഡോക്ടർ ശാലിനി, ഡോക്ടർ രമ്യ, ഗൗരി കൃഷ്ണ, കാവ്യ, അശ്വതി, എല്ലാവരും. ഓക്കെ,
വളരെ വളരെ സന്തോഷം. ഒരു 2 മിനിറ്റ് നമുക്ക് എന്താണ് പറയുന്നത്, ഇൻകോമ്പീറ്റന്റോ എന്താണ് ഇൻകോമ്പീറ്റന്റ് എന്ന് ഉദ്ദേശിച്ചത്? സർ, അന്നത്തെ ലിറിക്സ് ഇന്ന് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓ, ഇന്ന് ഒരു വരി പോലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ പാട്ട്. അന്നത്തെ എത്ര പഴയ പാട്ട് നമ്മുടെ ലിറിക്സ് ഒക്കെ നല്ല ഓർമ്മയിൽ. കറക്റ്റ്. അത് കറക്റ്റ് ആണ്. ഓക്കെ. ഇന്നത്തെ പാട്ടുകൾ നമ്മൾ കേട്ടു അന്നേരെ മറക്കുകയാണ്. അതെ, കേട്ടു മറക്കുകയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് സ്വാധീനിക്കുകയാണ്. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു, നീലത്തുഴയാ നീന്തി തുടിക്കാം, ഓളപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം. അവിടെ ആ പ്രണയവും പ്രേമവും ഒക്കെ ഉണ്ട്. പക്ഷെ ദ നേച്ചർ ഈസ് ഡിഫറെന്റ്. എന്നാൽ ഇന്നത്തെ ആ പ്രണയമോ പ്രേമമോ നിഷ്കാമമായിട്ടുള്ള ഒരു സ്നേഹം, അതൊക്കെയാണ് അന്നത്തെ പാട്ടുകളിൽ ഉൾക്കൊണ്ടിരുന്നത്. അതൊക്കെ ആ സ്നേഹമോ പ്രേമമോ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ഓളപ്പടവിൽ ഒന്നിച്ചിരിക്കാം. അത് ചതിക്കാനൊന്നുമല്ല, അതിനകത്ത് വഞ്ചനയില്ല, ചതിയില്ല. പക്ഷേ ആ ആത്മാർത്ഥമായ സ്നേഹമാണ് അതിനകത്തുള്ളത്. ആ വരികളാണ്, മനോഹരമായ വരികളാണ് അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പറാണ്. നമുക്കതൊക്കെ പിന്നീട് കാണാം, അല്ലേ? ഓക്കെ, നമുക്ക് ഇതിലേക്കൊന്ന് പോകാം. നമ്മുടെ ടൈം നമുക്ക് ഇച്ചിരി നേരത്തെ നിർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം പലയിടത്തും നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഒന്ന് ഓക്കെ. ഒരു 2012 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. If the statement most of the students are obedient is taken to be true, which one of the following pairs of statements can be claimed to be true? ഇതാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ചിലർ പറയും അത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് വലിയ ഭാരമായിട്ടോ വലിയ കോംപ്ലക്സ് ആയിട്ടോ ചിന്തിക്കാതെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു അർത്ഥം ചിന്തിച്ചാൽ മാത്രം മതി. Most of the students are obedient. ഓക്കെ, ഇടയ്ക്ക് നെറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കുകയാണ്. നിങ്ങൾക്കിത് പറയാൻ ശ്രമിക്കുന്നതിലുപരി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതെങ്ങനെയാണ് അതൊന്ന് ആൻസർ ആക്കുന്നത്. അതുൽ മിടുക്കനാണ് കേട്ടോ. അതിൽ സി എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ്. അതിൽ മാത്രമല്ല, ഇപ്പൊ അശ്വതി, ഡോക്ടർ രമ്യ എല്ലാവരും സി പറഞ്ഞിരിക്കുന്നു. പക്ഷെ സി ആവുമ്പോ 3 and 4 ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഇത് ഇങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഇതിനകത്ത് കറക്റ്റ് ആകാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 90 പേര് ഒബീഡിയന്റ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളെ ഉള്ളു ഡിസൊബീഡിയന്റ്. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ് ഇത് കറക്റ്റ് ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ക്ലെയിംഡ് ടു ബി ട്രൂ എന്നാ പറഞ്ഞ സത്യമാകാൻ പറ്റുന്നത്. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് എന്ന് നമുക്ക് ഇതുകൊണ്ട് പറയാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ ഒബീഡിയന്റ് പേഴ്സൺസും സ്റ്റുഡൻസ് ആണെന്ന് പറയാൻ പറ്റൂല. കാരണം സ്റ്റുഡൻസ് അല്ലാത്തവരും ഒബീഡിയന്റ് ആയിട്ടുള്ളൂ. ഇവിടെ സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ആകില്ല. ഓൾ
ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറയാൻ പറ്റൂല. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മെജോറിറ്റി എന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ 1ഉം 2ഉം ഒക്കില്ല. പിന്നെ നമുക്ക് 3 നോക്കാം. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. സം സ്റ്റുഡൻസ് ആർ ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷേ സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് നമുക്ക് കയറി പറയാൻ പറ്റത്തില്ല. അതവിടെ നിൽക്കട്ടെ. സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ്. അത് കണ്ടോ, 2 നോട്ടാ കിടക്കുന്നത്. നോട്ട് ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണിത്. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറഞ്ഞതിന് അർത്ഥമാണ് നോട്ട് ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നോട്ട് ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒബീഡിയന്റ് എന്നാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ 2 നോട്ട് ഇട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്, സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടുമാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. 1ഉം 2ഉം ഒക്കില്ല. അപ്പൊ 1ഉം 2ഉം പറ്റുന്നത് 1ലും ബിയിലും ഡിയിലും 1ഓ 2ഓ ഉണ്ട്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് സി ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത്രയും സമയമൊന്നും എടുക്കരുത്. ഇത് ഞാനിപ്പോ പറഞ്ഞു തരാൻ വേണ്ടി ഇത്രയും ടൈം എടുത്തന്നേ ഉള്ളൂ. ഓക്കെ, ഡോക്ടർ ശാലിനി, കാവ്യ, ആൻ, ഗൗരി, ഡോക്ടർ രമ്യ, അശ്വതി ഒക്കെ സി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. ബാക്കിയുള്ളവരും അതൊന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ടീച്ചേഴ്സ് ഷുഡ് സ്റ്റഡി എഡ്യൂക്കേഷണൽ ഫിലോസഫി ബിക്കോസ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷണൽ ഫിലോസഫി പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദേ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഫിലോസഫി. അവർക്ക് അവരുടെ തന്നെ ഫിലോസഫി ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ദെൻ ദേ ഡു നോട്ട് നോ ഇറ്റ്. അവർക്കത് അറിയില്ല, അതുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. അതവിടെ നിൽക്കട്ടെ. വേറെ ഓപ്ഷൻ വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ആദ്യത്തേത് ഏതായാലും അല്ല. ഫിലോസഫി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ ഡിസിപ്ലിൻസ്. എല്ലാ ഡിസിപ്ലിന്റെയും ബാക്ക് ബോൺ ആണ് ഫിലോസഫി എന്നുള്ളതും ഒരു പരിധി വരെ ശരിയാകാവുന്നതാണ്. അതും അവിടെ നിൽക്കട്ടെ. ഡി വായിക്കാം. ദേ മേ ഇംപ്രൂവ് their work by clarifying their own philosophy. They may improve their work by clarifying their own philosophy. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലോസഫിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സ്വന്തം ഫിലോസഫി കൊണ്ട് നമ്മുടെ വർക്കിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നെങ്കിൽ അതൊരു വലിയ, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, വലിയൊരു കാര്യമാണ് അല്ലേ? ഫൗസിയ, കാവ്യ, ഷൈനി, രേഷ്മ എല്ലാവരും അത് മനസ്സിലാക്കിയാണോ പറഞ്ഞെങ്കിൽ വളരെ കറക്റ്റ് ആണ്. അതായത് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇച്ചിരി സ്കോപ്പ് കൂടുതലുള്ളതാണ്. മറ്റതൊക്കെ സിംഗിൾ കാര്യങ്ങളാണ്. അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. ഫിലോസഫി എല്ലാ ഡിസിപ്ലിന്റെയും ബാക്ക് ബോൺ ആണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും, എന്നാ പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയേണ്ട കാര്യമല്ലേ? ഓൾ പേഴ്സൺസ് ഷുഡ് സ്റ്റഡി എഡ്യൂക്കേഷൻ. അങ്ങനെ പറഞ്ഞു ടീച്ചേഴ്സ് പഠിക്കണമെന്ന് പറയുന്നത് അത് അവർ പഠിച്ചിട്ട് അവരുടേതായ ഫിലോസഫിയിൽ നിന്ന് അവരുടെ ടീച്ചിങ് വർക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ. A teacher meeting his students for the first time should. ആദ്യമായിട്ട് കുട്ടികളെ മീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളൊക്കെയും കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചർ ഫോർ ദ ഫസ്റ്റ് ടൈം ഷുഡ് എന്ത് ചെയ്യണം? ഷുഡ് ഡെവലപ്പ് റാപ്പോർ വിത്ത് ദ ക്ലാസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റാപ്പോർ വിത്ത് ദ ക്ലാസ് എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ. Start teaching without caring students' likes and dislikes. Start teaching without caring the students' likes and dislikes എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടമോ അനിഷ്ടങ്ങളോ നോക്കാതെ ക്ലാസ് അങ്ങ് തുടങ്ങിയേക്കുക എന്ന് പറഞ്ഞാൽ ബി ഒരിക്കലും തെറ്റാണത്. You should not start teaching without caring the students' likes and dislikes എന്ന് ഒരാൾ പറഞ്ഞു. തെറ്റാണത്. We should never do it. We should start our teaching as far as possible by caring the students' likes and dislikes. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഡെവലപ്പിംഗ് റാപ്പോർ വിത്ത് ദ ക്ലാസ് എന്ന് പറയുന്നത്. ആണ് കറക്റ്റ്. ഗിവ് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ദ ഹോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ആദ്യ ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്ന് ആദ്യമായിട്ട്
സബ്ജക്റ്റിന്റെ മുഴുവൻ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. തന്നെയല്ല അത് വളരെ ബോറിംഗുമായിരിക്കും അല്ലേ ഡോക്ടർ രമ്യ? വളരെ ബോറിംഗ് ആണോ അതല്ലേ? നമ്മൾ മുഴുവൻ സബ്ജക്റ്റിന്റെ ഒരു മുഴുവൻ സബ്ജക്റ്റിന്റെ ഒരു സമ്മറി കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ സി അല്ല, ബി അല്ല, സിയും അല്ല. പിന്നെ ഡി പറഞ്ഞിരിക്കുന്ന ബോത്ത് ബി ആൻഡ് സി എന്നാ, അപ്പോഴതുമല്ല. അപ്പൊ ഏതാണ് കറക്റ്റ്? എ തന്നെയാണ്. അതുൽ, ആൻ, അശ്വതി, രേഷ്മ, ഗൗരി കൃഷ്ണ, ഡോക്ടർ രമ്യ വളരെ വളരെ മിടുക്കരാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എ എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങളും ഇത് തന്നെ മനസ്സിൽ ഓർത്തിരിക്കുകയും നിങ്ങളുടെ ക്ലാസ്, വെൻ യു എൻറ്റർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ കോളേജ് ക്ലാസ്, ട്രൈ ടു ഡെവലപ്പ് എ റാപ്പോർ വിത്ത് ദ സ്റ്റുഡൻസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുമായി ഒരു റാപ്പോർ, അതായത് നിങ്ങളെ പരിചയപ്പെടുത്തുക, കുട്ടികളെ ഓരോരുത്തരെയും പരിചയപ്പെടാൻ അല്പസമയം എടുക്കുക. 10, 15, 20 അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ് ആണെങ്കിൽ 30 അല്ലെങ്കിൽ 40 കുട്ടികൾ മാക്സിമം. എനിക്ക് തോന്നുന്ന 30 കാണുള്ളായിരിക്കും. ഇപ്പൊ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഒരുപാട് നമ്പർ കാണൂല, എങ്കിലും 40 കുട്ടികൾ, അതിനപ്പുറത്ത് കാണില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അത്രയും കുട്ടികളോട് പെട്ടെന്ന് അവരുടെ പേരും അവർ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ച് അവരുടെ നേരത്തെ പഠിച്ച കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചോദിച്ച് ഒരു റാപ്പോർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ മുഴുവൻ ക്ലാസ്സും അങ്ങനെ നിന്നിരിക്കണമെന്നില്ല. നമുക്ക് തുടക്കത്തിൽ പിന്നെ ഈ പറയുന്ന ഹോൾ സബ്ജക്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ ആമുഖമായിട്ട് അവതരിപ്പിച്ച് അന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സബ്ജക്റ്റിന്റെ ഒരു ഇൻഡക്ഷൻ കൊടുക്കുക, ഒരു ഇൻഡക്ഷൻ ഓഫ് ദ സബ്ജക്റ്റുമായിട്ടും ഈ സ്ഥാപനവുമായിട്ടും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ക്ലാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കാര്യം കൂടെ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. Many experienced teachers go into the classroom and embark straight away upon a lesson. കേട്ടോ, പല എക്സ്പീരിയൻസ് ടീച്ചേഴ്സും നേരെ ക്ലാസ്സിലേക്ക് കയറി നേരെ ക്ലാസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് അങ്ങ് കടക്കുകയാണ്. ആസ് എ ബിഗിനർ ടു ദ ടീച്ചിങ് പ്രൊഫഷൻ നിങ്ങളൊരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? യു വിൽ ഡു ആസ് ദ സ്റ്റുഡൻസ് ലൈക്ക്. കുട്ടികൾ പറയുന്ന പോലെ അങ്ങ് ചെയ്യും. അങ്ങനെ പറയാൻ പറ്റുമോ? കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ പറയും വെറുതെ ഇരിക്കാൻ പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. Then make a written note of your preparation. അതവിടെ നിൽക്കട്ടെ. Adopt the same procedure അഡോപ്റ്റ് ചെയ്യുക. None of the above എന്ന് പറയുന്നു. മേളി പറഞ്ഞൊന്നുമല്ല. അപ്പൊ ഡി അല്ല. ഡു ആസ് ദ സ്റ്റുഡൻസ് ലൈക്ക് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് പറയാൻ പറ്റത്തില്ല. കുട്ടികളുടെ ഇഷ്ടവും അനിഷ്ടങ്ങളൊക്കെ നോക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ അങ്ങ് ചെയ്തോണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഉള്ളതിൽ കൂടുതൽ കറക്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നത് മേക്ക് എ റിട്ടൺ നോട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. നമ്മുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരു റിട്ടൺ നോട്ട് തന്നെ തയ്യാറാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കിപ്പൊ ചെയ്യാനുള്ളത്. ടീച്ചിങ് പ്രൊഫഷനിൽ നമുക്ക് ബിഗിനറായിട്ടുള്ളവര് ആദ്യം ചെയ്യേണ്ടത് റിട്ടൺ നോട്ട് തന്നെ. അവര് നേരത്തെ ക്ലാസ്സിൽ കയറി അവർ ഓറലായിട്ട് അങ്ങ് സംസാരിക്കും. എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് അവര് നോട്ട് ഒന്നും പ്രിപ്പയർ ചെയ്ത് പോകണമെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ല പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു നോട്ടും തയ്യാറാക്കി പോകണമെന്നേ ഇതിനർത്ഥമുള്ളൂ കേട്ടോ. അതാണ് ആ ബി ഓപ്ഷന്റെ അർത്ഥം, അത്രയേ ഉള്ളൂ. നോട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തയ്യാറെടുത്ത് ക്ലാസ്സിൽ കയറണമെന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് അത് ബി കറക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എ ടീച്ചർ ക്യാൻ ഗൈഡ് സ്റ്റുഡൻസ് വെരി മച്ച് എഫിഷ്യൻ്റ്ലി ബിക്കോസ് ഒരു ടീച്ചറിന് തൻ്റെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ നന്നായിട്ട് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്റ്റുഡൻസ് ഒബേ ടീച്ചേഴ്സ് ഓർഡേഴ്സ്. ബിക്കോസ് ഹി ഈസ് ദ ബോസ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ബി അല്ല എന്ന് ഓർത്തിരുന്നോ. സി സ്റ്റുഡൻസ് ഫിയർ ഹിം എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഒരിക്കലും കുട്ടികൾ ടീച്ചറിനെ പേടിക്കാൻ പാടില്ല. ഹി അണ്ടർസ്റ്റാൻഡ്സ് സ്റ്റുഡൻറ് സൈക്കോളജി. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കഴിയുമെങ്കിൽ നിങ്ങൾ PG ഡോക്ടറേറ്റിനെ പോകുന്നവരങ്ങനെ പോകട്ടെ, ഇല്ലാത്തവർ PG തന്നെ നിൽക്കാതെ അടുത്തൊരു PG കൂടെ പഠിക്കുന്നെങ്കിൽ സൈക്കോളജി നല്ല വിഷയമാണ്. MA സൈക്കോളജി ഉണ്ട്, MSc സൈക്കോളജി ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാം. സോ
നമുക്ക് കുട്ടികളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹി അണ്ടർസ്റ്റാൻഡ്സ് സ്റ്റുഡൻസ് സൈക്കോളജി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡി ആണ് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്? സിലബസ് ഈസ് ആൻ അനെക്സ്ചർ ഓഫ് കരിക്കുലം. സിലബസ് കരിക്കുലത്തിന്റെ അനെക്സ്ചർ എന്ന് പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ കരിക്കുലം ഇത്ര ഇരിക്കുന്നു, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നല്ല പറയുന്നത്. കരിക്കുലത്തിനുള്ളിലുള്ള ഒരു ആസ്പെക്ട് ആണ്. കരിക്കുലത്തിൽ നിന്ന് അതിൽ ചെറുതായിട്ട് തയ്യാറാക്കുക, അതിൽ സ്കോപ്പ് കുറഞ്ഞ ഒരു പ്ലാൻ, അതായത് ടോപ്പിക്സിന്റെ ഒരു പ്ലാൻ, സബ്ജക്റ്റുകളുടെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ കരിക്കുലത്തിന്റെ അനക്ഷർ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. കാരണം കരിക്കുലം ഇൻക്ലൂഡ്സ് സിലബസ് എന്നാണ്. കരിക്കുലത്തിനുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ആസ്പെക്ട് ആണ് സിലബസ്. അപ്പൊ അത് മനസ്സിലാക്കണം. നിങ്ങൾ സിലബസും കരിക്കുലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. കരിക്കുലം എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആണ്. അത് ഫുള്ള് നമുക്ക് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഫുൾ എഴുതി വെക്കാൻ പറ്റത്തില്ല. അത് സബ്ജക്റ്റുകളുടെ ഒരു ലിസ്റ്റ് എഴുതി അത് എത്ര മണിക്കൂർ പഠിപ്പിക്കണം, അതിനെന്തൊക്കെ എത്ര പീരീഡ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സിലബസ് എന്ന് വിളിക്കുന്നത്. കുറച്ച് റെഫറൻസ് മെറ്റീരിയലൂടെ പറയുമ്പോൾ നമ്മുടെ കോഴ്സിന് വേണ്ടി നമുക്ക് തരുന്നതെല്ലാം സിലബസ് ആണ്. അതിന്റെ കരിക്കുലം എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ആക്ടിവിറ്റീസ്, ലേണിംഗ് ആക്ടിവിറ്റീസ്, സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇതെല്ലാം അതിനകത്ത് കൊടുത്തിരിക്കും. ലേണിംഗ് സ്ട്രാറ്റജീസ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗപ്പെടുത്തണം ഓരോ ടോപ്പിക്കിനും എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും കരിക്കുലത്തിൽ. അപ്പൊ കരിക്കുലത്തിന്റെ ഒരു ചെറിയ രൂപമാണ് സിലബസ്. പക്ഷേ അനെക്സർ അല്ല, എക്സ്റ്റൻഷൻ അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ കരിക്കുലം ഈസ് ദ സെയിം ഇൻ ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല എല്ലാ സ്ഥാപനങ്ങളിലും കരിക്കുലം ഒരുപോലെയാണെന്ന് പറയാൻ പറ്റൂല. കാരണം ഇപ്പൊ ഒരു ഓട്ടോണമസ് കോളേജിൽ ഫോളോ ചെയ്യുന്ന കരിക്കുലം അല്ല ഒരു യൂണിവേഴ്സിറ്റീസ് ഇതായിട്ടുള്ള ഒരു കരിക്കുലത്തിന്. ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ വേറെ, ഇപ്പൊ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ ചെന്നാൽ അവിടുത്തെ കരിക്കുലം ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇവിടെ ഇപ്പം ഒരു സൈക്കോളജി പഠിക്കാൻ ചെല്ലുകയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി പഠിക്കാൻ ചെന്നാൽ കരിക്കുലം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് സെയിം ഓൺ ഇൻ ഓൾ എഡ്യൂക്കേഷൻ, തെറ്റാണ് അതങ്ങനെ പറഞ്ഞാൽ, ഒരിക്കലും അത് ശരിയാവില്ല. ഓക്കെ, അപ്പൊ എയും ബിയും ശരിയല്ല. പിന്നെന്താണ്? സി നമുക്ക് നോക്കാം. കരിക്കുലം ഇൻക്ലൂഡ്സ് ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെ ഫോമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതാണോ കറക്റ്റ് നമുക്കൊന്നുകൂടെ അടുത്തുകൂടെ നോക്കുമ്പോൾ അറിയാം. കരിക്കുലം ഡസ് നോട്ട് ഇൻക്ലൂഡ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. അത് തെറ്റാണ്. കരിക്കുലത്തിൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ പറഞ്ഞിരിക്കും, മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷനും പറഞ്ഞിരിക്കും, മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷനും പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ എയും ബിയും ഡിയും തെറ്റാണെങ്കിൽ പിന്നെ സി എ ഉള്ളൂ നമുക്ക് മാർഗം. ഓക്കെ, അവിടെയാണ് ഫൗസിയായും ആനും ഡോക്ടർ രമ്യയും ഷൈനിയും കാവ്യയും രേഷ്മയും ഒക്കെ സി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കരിക്കുലം ഇൻക്ലൂഡ്സ് ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ മാത്രമല്ല കരിക്കുലം എന്ന് പറയുന്നത്. ക്ലാസ് മുറിക്ക് പുറത്തും അധ്യാപകനിൽ നിന്ന് തൻ്റെ ഇൻഫോർമൽ ടോക്കിലൂടെ കിട്ടുന്നതും നമ്മുടെ അനുഭവങ്ങളാകുന്നെങ്കിൽ അതും കരിക്കുലത്തിന്റെ ഭാഗമാണ്. പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന, കളിക്കൂട്ടുകാരിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടുന്ന, പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത് എല്ലാം തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്, അതും കരിക്കുലത്തിന്റെ ഭാഗമാണ്. അപ്പൊ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതങ്ങ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. സം സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എക്സിബിറ്റ് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി ഫോർ ലേണിംഗ്. കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ ക്യൂരിയോസിറ്റി കാണിക്കുന്നു, പഠിക്കാൻ അങ്ങ് ആവേശം കാണിക്കുന്നു. ഇറ്റ് മേ ബി ബിക്കോസ്, ഇതെന്തുകൊണ്ടാണ്? സച്ച് ചിൽഡ്രൻ ആർ ഗിഫ്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കാം അല്ലേ? വലിയ ക്യൂരിയോസിറ്റി, പഠിക്കാൻ ക്യൂരിയോസിറ്റി കാണിക്കും, അത് ഗിഫ്റ്റഡ് ആയാൽ കാണിക്കും. ഇനിയും ബാക്കി വായിച്ചു നോക്കാം. സച്ച് ചിൽഡ്രൻ കം ഫ്രം റിച്ച് ഫാമിലി, അത് കാണിക്കില്ല. ധനിക കുടുംബത്തിൽ നിന്ന് വന്നു എന്നതുകൊണ്ട് പഠിക്കാൻ ആവേശം കാണിക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ സച്ച് ചിൽഡ്രൻ ഷോ ആർട്ടിഫിഷ്യൽ ബിഹേവിയർ, അല്ല. പഠിക്കാൻ ക്യൂരിയോസിറ്റി കാണിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ബിഹേവിയർ അല്ല. പിന്നെയോ ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, അത് ഇറ്റ് മേ ബി ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഒരു കാര്യം ശ്രദ്ധിച്ചോണേ അവിടെ. ഇങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഇൻഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യും. Such students can or will create indiscipline in the class unless they are properly treated or properly considered. ഞാൻ പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. They will create problems, they will create indiscipline in the class unless they are properly handled, properly cared. ഇവർ വളരെ ക്യൂരിയോസിറ്റി കാണിക്കുന്നവരാണ്, പഠിക്കാൻ ആവേശം കാണിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ചത്തേ ചതഞ്ഞേ എന്നുള്ള രീതിയിൽ ഒരു വളരെ എന്താണ് പറയുന്നത്, സ്ലോ ലേണേഴ്സിന്റെ രീതിയിൽ ആമ എഴയുന്നത് പോലെ, മുയലിനെ പോലെ ചാടിപ്പോകാൻ കഴിവുള്ളവരാണ് അവര് ഗിഫ്റ്റഡ് ആണ്. എന്നാൽ ഈ മുയൽ എഴയുന്നത് പോലെ നമ്മൾ ക്ലാസ്സിൽ എഴഞ്ഞെഴഞ്ഞ് നീങ്ങിയാൽ ഇവര് ശല്യക്കാരാവും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ക്ലാസ്സിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല. ഈ ക്യൂരിയോസിറ്റി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അല്ല, ക്യൂരിയോസിറ്റിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ല ഇവിടെ ചോദിച്ചിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവര് ബിക്കോസ് ദേ ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ്, അങ്ങനെ പറയാൻ പറ്റൂല. ബിക്കോസ് ദേ ആർ ഗിഫ്റ്റഡ്, അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ പിടികിട്ടിയോ? ബിയും സിയും അല്ല, പക്ഷെ ഡിയുമായിട്ട് അതിനൊരു തർക്കം വരാം. രേഷ്മ, അതുൽ, കാവ്യ, ഫൗസിയ, അശ്വതി, എന്തുകൊണ്ട് ഡി അല്ല എന്ന് പറഞ്ഞത് മനസ്സിലായോ? ക്വസ്റ്റ്യനുമായിട്ട് അതിന് എന്താണ്? ഈ ക്വസ്റ്റ്യന്റെ സന്ദർഭത്തിൽ അത് സ്യൂട്ടബിൾ ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ പേരെന്താണ്? സീമ. വെരി ഗുഡ്, വളരെ മിടുക്കിയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ അതിന്റെ വേർഡിങ് നോക്കുമ്പോൾ അത് തെറ്റാണ്. ഇറ്റ് മേ ബി ബിക്കോസ്, കാരണം വൈ ദേ ഷോ ക്യൂരിയോസിറ്റി ഓഫ് ലേണിംഗ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അവര് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ലേണിങ്ങിന് ക്യൂരിയോസിറ്റി കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഓർത്തോണം, ദേ ആർ ഗിഫ്റ്റഡ്. എന്നാൽ കുറെ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ ഡിയുടെ കാര്യം പറഞ്ഞത്. ഞാനത് പറഞ്ഞു തന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം വേറൊരു ക്വസ്റ്റ്യന് ചിലപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം തോന്നിയാൽ ദേ മേ ഷോ ഡാഷ് ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി കെയർഡ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം എന്താണ്? ദേ മേ ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് അൺലെസ് ദേ ആർ പ്രോപ്പർലി കെയർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ അവിടെ ഗിഫ്റ്റഡ് എന്നുള്ളതല്ല പറയേണ്ടത്, ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ദ ക്ലാസ് എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ക്യൂരിയോസിറ്റി കാണിക്കും. അത് എന്തുകൊണ്ടാണ്? അവർ ഗിഫ്റ്റഡ് ആയതുകൊണ്ടാണ്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഐക്യു ലെവൽ കൂടി മീൻസ് ഒരു 140 എബോവ് ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കുന്നത്. IQ 140, ഇന്റലിജൻസ് കോഷ്യന്റ് 140 എബോവ് എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, ഒരു 10 വയസ്സുള്ള കുട്ടി 14 വയസ്സുകാരൻ്റെയോ അതിനപ്പുറത്തുള്ളവൻ്റെയോ മെന്റൽ ഏജ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടി, നമ്മൾ മെന്റൽ ഏജ് നിർണ്ണയിക്കാൻ സൈക്കോളജിസ്റ്റും ഒക്കെ സൈക്കാട്രിസ്റ്റും ഒക്കെ അവർക്കൊരു സെറ്റ് ഓഫ് ഇവാലുവേഷൻ ടെക്നിക്സ് ഉണ്ട്, ടെസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. 10 വയസ്സുകാരൻ കാണിക്കേണ്ട പ്രകടനങ്ങളെ കുറിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അവർ ചോദിച്ചറിയും. അപ്പൊ അവര് 10 വയസ്സുകാരന്റെ ക്ലിയർ ആയിട്ട് പറയുന്നു. 11ന്റെ ചോദിക്കുമ്പോൾ 11 പറയുന്നു. 12കാരന്റെ ഒരു കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ അത് പറയുന്നു. 13 പറഞ്ഞു, 14 പറഞ്ഞു, 14എങ്കിലും പറഞ്ഞെങ്കിൽ കംപ്ലീറ്റ് പറഞ്ഞു. 15 ചോദിച്ചപ്പോൾ എല്ലാം പറയുന്നില്ല. ഓക്കെ, അപ്പൊ 14 അവന്റെ മെന്റൽ ഏജ് ആണ്. അപ്പൊ അവന്റെ മെന്റൽ ഏജ് 14 ആണ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞ ഇവിടെ 10 ഉള്ളൂ. 10 വയസ്സുകാരനായി 14 വയസ്സുകാരന്റെ അതിനനുസരിച്ചുള്ള ഇത് ആൻസർ ചെയ്തത്. അപ്പം മെന്റൽ ഏജ് 14 ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് 10 into 100. ഇതാണ് IQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പൊ 14 ഡിവൈഡഡ് ബൈ 10 into 100. അപ്പൊ എത്ര കിട്ടും? 140 എന്ന് കിട്ടും. 14 ഡിവൈഡഡ് ബൈ 10 into 100.
ദാറ്റ് ഈസ് 140. ഈ 140 കാണിച്ചാൽ അതോ അതിന് എബോവ് ആയിട്ട് കാണിച്ചാൽ ആ കുട്ടിയെ നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കും. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടൊന്നും മനസ്സിലാക്കണ്ട. നമ്മുടെ ബൈ എക്സ്പീരിയൻസ് എ ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ എ സ്റ്റുഡൻറ് ഈസ് എബോവ് ആവറേജ് ഓർ ഗിഫ്റ്റഡ്. എബോവ് ആവറേജ് ആണോ ഗിഫ്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവേശമുണ്ടോ, ക്യൂരിയോസിറ്റി ഉണ്ടോ. എനിക്കിപ്പോ നിങ്ങളുടെ ചാറ്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ നല്ല വളരെ വളരെ ആ ഊർജ്ജസ്വലതയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ആ ക്രിയേറ്റ് ഇൻഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് എന്നുള്ളത് വളരെ വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള 2-3 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? ചെയ്യേണ്ടത് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള വർക്ക് കൊടുക്കാനൊന്നും ഒത്തുവരത്തില്ല. അതൊക്കെ ഇതിനിടയിൽ നടക്കൂല. പക്ഷെ നമ്മൾ അഡീഷണൽ വർക്കുകളൊക്കെ കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ്. ചിലപ്പം അവർ മോണിറ്റർ ആക്കുക, ക്ലാസിന്റെ ലീഡർ ആക്കുക. എപ്പോഴുമല്ല എങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാം. എല്ലാം അവർക്ക് തന്നെ കൊടുക്കുന്ന പോലെ തോന്നുകയും ചെയ്യരുത്. എന്നാൽ ചില ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ ടാസ്കുകൾ ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് അഡീഷണൽ സമയം മതി. മറ്റു കുട്ടികൾ 5 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന സാധനം ഇവർക്ക് 1 മണിക്കൂർ പോലും വേണ്ട എന്നുള്ളതാണ്. ബാക്കി സമയം ഇവര് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരികയൊക്കെ ചെയ്യും. അപ്പം നമ്മളത് എന്നിട്ട് നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫാക്ടർ അഫക്റ്റിംഗ് ടീച്ചിങ്? ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതാണ് അല്ലേ, ഇന്ന് പഠിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ടീച്ചിങ്ങിന്റെ ഒരു ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്ന? ടീച്ചറുണ്ട്, ലേണർ ഉണ്ട്, സപ്പോർട്ട് മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ഇതൊക്കെ പഠിച്ചതായിപ്പോ. ഓൾ ദി അബോവ് അല്ലേ? ഇവിടെ ഓൾ ദി അബോവ് ആണ് കറക്റ്റ്. ഓക്കെ, അതുൽ, ആൻ, ഫൗസിയ, അശ്വതി, ഡോക്ടർ ശാലിനി, ഗൗരി കൃഷ്ണ, രേഷ്മ എല്ലാവരും തന്നെ കറക്റ്റ് ആണ്. നിങ്ങൾ അതൊക്കെ കേട്ടതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ്, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഇമ്പാക്ട് ടീച്ചിങ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ടീച്ചിങ്ങിനെ ഇമ്പാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാത്തതെന്നാണ്. ടീച്ചിങ്ങിൽ സ്വാധീനം ഇല്ലാത്തതാണ് ഇവിടെ ചോദിച്ചത്. ടീച്ചേഴ്സ് നോളജ് സ്വാധീനം ഉള്ളതാണ്. അപ്പൊ അതങ്ങ് മാറ്റുക. ഡസ് നോട്ട് എന്നല്ലേ പറഞ്ഞു. ടീച്ചറിന്റെ നോളജ് എന്തായാലും ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കത്തില്ലേ? ഡെഫിനറ്റ്ലി, ഒരു സംശയവും വേണ്ട. ദെൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഫോർ ലേണിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, അതാണ് കറക്റ്റ് അല്ലേ? ടീച്ചറിന്റെയോ കുട്ടികളുടെയോ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട്, അവർ വന്ന സാമൂഹ്യ പശ്ചാത്തലം, അതൊന്നും ഇവിടെ വിഷയമല്ല. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ ഇനിയും പഠിക്കും, മെത്തേഡ്സ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ പഠിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചിങ്ങിൽ വളരെ ഇമ്പാക്റ്റ് ചെലുത്താൻ പറ്റുന്ന ഐറ്റമാണ്. കുട്ടിയുടെ അധ്യാപകന്റെയോ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും പഠനത്തെ സ്വാധീനിക്കാൻ പാടില്ല, സ്വാധീനിക്കത്തില്ല. അങ്ങനെ സ്വാധീനിക്കുന്നെങ്കിൽ നമ്മൾ അവനെ ജാതി പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെ ഇൻസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ലെവലിലേക്ക് വന്ന് മനസ്സുമടുത്തു പോകണം. പക്ഷെ അതൊരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു അധ്യാപകൻ, ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിന് എഗൻസ്റ്റ് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് സ്വാധീനം ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഗ്രൂപ്പ്? ഗ്രൂപ്പിൽ ടീച്ചിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഉള്ളത് എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഗ്രൂപ്പ് എന്നാണ് ചോദ്യം. ഡെവലപ്മെന്റ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നതാണ്. ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. എ കറക്റ്റ് ആണ്. ബി ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ അവയർനെസ്, വളരെ കറക്റ്റ് ആണ്. ഇംപ്രൂവ്മെന്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നു. അത് കുറച്ചേ ഉള്ളൂ, വന്നുകൂടാന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എയും ബിയും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ ഡിയിൽ കൊടുത്തിരിക്കുന്ന ബോത്ത് എ ആൻഡ് ബി എന്നാണ്. അപ്പൊ ഏതാ കറക്റ്റ്? ഡി ആണ്. ഓക്കെ, അശ്വതി, ഡോക്ടർ രമ്യ, ഗൗരി കൃഷ്ണ, കാവ്യ, ഷൈനി എസ് ആർ, വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, രേഷ്മ, സീമ ബാബു, വളരെ സന്തോഷം. സീമയാണ് മുമ്പേ ഒരു ഡൗട്ടിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. വളരെ സന്തോഷം. ഓക്കെ,
താങ്ക് യു. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, ഇംപ്രൂവ്മെന്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ഇല്ല എന്ന് നമുക്ക് കയറി പറയാൻ പറ്റുമോ? ഒട്ടും അല്ല, അതെ കറക്റ്റ് ആണ്. ഒട്ടും ഇല്ല നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും കളികളോ ഗ്രൂപ്പായിട്ടാണല്ലോ. ഇപ്പൊ ഒരു നാടകീയ ആവിഷ്കാരം നടത്തുന്നു. അവന്റെ മെന്റൽ ഹെൽത്തും വർദ്ധിക്കും, അതോടൊപ്പം ഫിസിക്കൽ ഹെൽത്തും ഉണ്ടാവും. അതിന് ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ചില പ്രത്യേകമായ രീതിയിലുള്ള ചില ജസ്റ്റേഴ്സും ആക്ഷൻസും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് നല്ല ഫിസിക്കൽ ഹെൽത്തിന് ഒരു ഊർജ്ജസ്വലതയും കിട്ടാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മറ്റേതിന് അത്രയും ഫിസിക്കൽ ഹെൽത്ത് വരില്ല. ഡെവലപ്മെന്റ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ അവയർനെസ്, സാമൂഹികമായ അവയർനെസ് ഉണ്ടാകുന്നു. ആ എയും ബിയും അവിടെ അത്രയും സിക്കില്ല. ഇവിടെ ഓൾ ദി അബോവ് ആയിരുന്നേ ഒരുപക്ഷെ നമ്മൾ ഓൾ ദി അബോവ് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വന്നേന്. കാരണം എയും ബിയും കറക്റ്റ് ആയതുകൊണ്ട് ഓൾ ദി അബോവ് വരുമ്പം സിയും കൂടെ കറക്റ്റ് പറഞ്ഞേന്. പക്ഷേ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അത് മനസ്സിലാക്കിക്കോണം. ആൻ ഐഡിയൽ സിറ്റുവേഷൻ ഇൻ എ ക്ലാസ് റൂം വുഡ് ബി, ഒരു ക്ലാസ് റൂമിൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ടീച്ചർ കംസ് ഫുള്ളി പ്രിപ്പയർഡ് ടു ഡെലിവർ ഹിസ് ലെക്ചർ. ഇവിടെ ലെക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്നുകൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. ഒരു ടീച്ചർ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ലെക്ചർ പ്രസന്റ് ചെയ്യാൻ വരുന്നു എന്നേ പറയുന്നുള്ളൂ. അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണെന്ന് പറയാൻ വരട്ടെ, അവിടെ നിർത്തുക. നമ്മൾ അടുത്ത് വായിക്കുക. സ്റ്റുഡൻസ് കം ഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ഡിസ്കസ് ദ സബ്ജക്ട് വിത്ത് ഈച്ച് അതർ ഇൻ ദ ടീച്ചേഴ്സ് പ്രസൻസ്. തമ്മിൽ ഏതാണ്? ടീച്ചർ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതാണോ അതോ സ്റ്റുഡൻസ് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നതാണോ കറക്റ്റ്? രണ്ടാമത്തേതാണ് ഒന്നുകൂടെ കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത് വായിക്കാം. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഡിസ്കസ് ദ സബ്ജക്ട് എന്ന് പറയുന്നു. ടീച്ചറും സ്റ്റുഡൻസും കൂടെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. ദ ടീച്ചർ യൂസസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വൈൽ ലെക്ചറിങ് എന്ന് പറയുന്നു. ടീച്ചർ യൂസസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വൈൽ ലെക്ചറിങ്. അത് കാര്യമില്ല അല്ലേ? ലെക്ചർ ചെയ്യാൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുമെന്നേ ഉള്ളൂ. എന്നാൽ കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ വരില്ല. അപ്പൊ എയും ഡിയും അല്ല. ഇനി നിങ്ങൾ ബിയും സിയും കൂടെ ഒന്നുകൂടെ കമ്പയർ ചെയ്യുക. നമ്മളെ അശ്വതി, ഡോക്ടർ രമ്യ, രേഷ്മ, കാവ്യ ആൻഡ് ഗൗരി, ഇത്രയും പേരും നിങ്ങളുടെ മനസ്സിൽ അത് ഇരിക്കുകയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. നിങ്ങളത് വളരെ നന്നായിട്ട് ചിന്തിച്ചു തന്നെയാണ് ആ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോ ഒരു ക്ലൂവും കൂടെ നിങ്ങൾക്ക് തരികയാണ്. ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് ഡിസ്കസ് ദ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചറിന്റെ റോൾ? ആ ഡിസ്കഷനിൽ ടീച്ചർ എന്തിനാണ് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത്? ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളാണ്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നിടത്ത് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു എലമെന്റ് ആണ് ടീച്ചർ. നോട്ട് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ ദ ഡിസ്കഷൻ. ഓൺലി വെൻ ഇറ്റ് ഈസ് നീഡഡ്. ഡോക്ടർ ശാലിനി, ഫൗസിയ, ഷൈനി, ഡോക്ടർ രമ്യ, കൂടുതൽ പേർ ബിയിലേക്ക് മാറുന്നു. മാറുകയാണ് അല്ലെ? കൂട് വിട്ട് കൂട് മാറുകയാണ് അല്ലെ? ഇപ്പൊ മനസ്സിലാക്കിയാണോ മാറിയിരിക്കുന്നത്? ഒന്നുകൂടെ നോക്കിയേ. സ്റ്റുഡൻസ് കം ഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ദേ ഡിസ്കസ് ദ സബ്ജക്ട് വിത്ത് ഈച്ച് അതർ ഇൻ ദ ടീച്ചേഴ്സ് പ്രസൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. അധ്യാപകന്റെ സാന്നിധ്യത്തിലാണ്. എവിടെങ്കിലും തെറ്റിപ്പോയാൽ അവിടെ ടീച്ചറുണ്ട്. The teacher element should interfere whenever there is any deviation in the discussion, but the discussion should be among the students and not teacher and students. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സ്റ്റുഡൻസ് ആണ് ഈ റോള് ചെയ്യേണ്ടത്. ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് മനസ്സിലായോ? സംശയം ഉണ്ടോ? ഇങ്ങോട്ട് ചോദിച്ചോ, എന്നോട് ചോദിച്ചോ. ക്ലിയർ ആയോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ ചോദിച്ചോളാം. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്യുന്നു എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഡിസ്കഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിസ്കഷൻ ഉണ്ട്. ടീച്ചർ ക്യാൻ ഡിസ്കസ് ദ സബ്ജക്ട് വിത്ത് ദ സ്റ്റുഡൻസ്. ടീച്ചറിന് കുട്ടികളുമായി ചില ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്കഷൻ സ്റ്റുഡന്റ് ലേണർ ഡിസ്കഷൻ ആണ്. ലേണർ ഓറിയന്റഡ് ടീച്ചിങ് സ്ട്രാറ്റജി അത്. അവിടെ കുട്ടികൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നു, എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്ത് ഒന്നിച്ചിട്ട് ഇരുന്ന് ഡിസ്കസ്, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരികയാണ്. എന്നിട്ട് ഒന്നിച്ചിരുന്ന് അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നു. ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആണ്. കാവ്യ, അശ്വതി, അതുൽ ക്ലിയർ ആയി. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ബി ആണ് ഇവിടെ കറക്റ്റ്. ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഹാമ്പർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ്? കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്താത്ത ഘടകമാണ്. തടസ്സപ്പെടുത്താത്ത കാര്യം എന്താണ്? തടസ്സപ്പെടുത്തുന്നതെന്നല്ല നമ്മൾ പറഞ്ഞ്, വിൽ നോട്ട് ഹാമ്പർ എന്ന്. തടസ്സപ്പെടുത്താത്തത്. എ ലെങ്തി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുന്നതാണ്. അൺഅംബീഗ്വസ് അല്ല, അൺഅംബീഗ്വസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംബിഗ്വിറ്റി ഉള്ളത്, ക്ലിയർ അല്ലാത്തതെന്നാണ്. അംബീഗ്വസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർ, ക്ലിയർ അല്ലാത്തത്, അത് തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പൊ എയും ബിയും തടസ്സപ്പെടുത്തുന്നതാണ്. ഇനി സി നോക്കിയേ, പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് എന്നാണ്, അത് തടസ്സപ്പെടുത്താത്തതാണ്. അതവിടെ നിൽക്കട്ടെ. വേറെ ഡി നമുക്ക് നോക്കാം. എ സ്റ്റേറ്റ്മെന്റ് വിച്ച് അലൗസ് ദ ലിസണർ ടു ഡ്രോ ഹിസ് ഓൺ കൺക്ലൂഷൻസ്. എ സ്റ്റേറ്റ്മെന്റ് വിച്ച് അലൗസ് ദ ലിസണർ ടു ഡ്രോ ഹിസ് ഓൺ കൺക്ലൂഷൻസ്. അതെന്താ കാര്യം? തൻ്റെ സ്വന്തം കൺക്ലൂഷൻ പിന്നെ നടത്താൻ അലൗ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് ക്ലിയർ ആണെന്ന് അതിനകത്ത് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എ സ്റ്റേറ്റ്മെന്റ് വിച്ച് അലൗസ് ദ ലിസണർ ടു ഡ്രോ ഹിസ് ഓൺ കൺക്ലൂഷൻ എന്നേ പറയുന്നുള്ളൂ. അവിടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരണമെന്നില്ല. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ടീച്ചർ, എന്നിട്ട് കുട്ടിയോട് പറയാം നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷൻ എഴുതിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ, കൺക്ലൂഷനുള്ള അവസരം ടീച്ചർ കൊടുത്തു, പക്ഷേ ആ കൺക്ലൂഷൻ കുട്ടിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് വരാം. വേറാസ് ഇഫ് ഇറ്റ് ഇസ് എ പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ്, പ്രിസൈസ് മീൻസ് വളരെ ക്ലിയർ, ചുരുങ്ങിയത്, അംബീഗസ് അല്ലാത്തത്, ലെങ്തി അല്ലാത്തത് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അപ്പൊ അത് പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ക്ലിയർ ആയിട്ടുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും ഇത് ഐഡിയ ഇല്ലാത്തവർക്ക് ഡി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. ഡി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പലർക്കും തെറ്റി എഴുതാൻ സാധ്യതയുള്ളത്. കാരണം ഡി അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു ലിസണർക്ക് അവരുടെ കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് കൺക്ലൂഷൻ കൊണ്ടുവരാൻ കഴിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? പക്ഷേ പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെയാണ്. ഇവിടെ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിന് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a prescribed level of teaching? Prescribed level of teaching അല്ലാത്തത് ഏത്? ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. നമ്മുടെ ലെവൽസ് ഓഫ് ടീച്ചിങ് ഞാൻ പറഞ്ഞു തന്നാ സെക്കൻഡ് ഡേയിൽ ഞാൻ പറഞ്ഞു തന്നാണ്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഈ 3 ലെവലാണ് നമ്മൾ പഠിച്ചത്. 4ാമത്തെ ഡിഫറൻസിയേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ആ ലെവൽ എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന ലെവൽ, അതൊന്നും അങ്ങനെ ഒരു വാക്കേ ഇല്ല. നോട്ട് എ പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് ടീച്ചിങ് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡി ആണ്. വളരെ സന്തോഷം കേട്ടോ. ആൻഡ് ഫൗസിയ, രേഷ്മ, ഗൗരി കൃഷ്ണ, അശ്വതി ക്ലിയർ ആയി അല്ലേ? മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ് എല്ലാം പഠിച്ചാണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വളരെ സന്തോഷം. എ ടീച്ചർ ഇൻ ദ ക്ലാസ് ഈസ് എ ഡയറക്ടർ ഓഫ് ദ ഗ്രൂപ്പ്, ദ ഇൻസ്ട്രക്ടർ ഓഫ് ദ ഗ്രൂപ്പ്, a leader and guide of the group, all of the above. ഇതും ഡെഫിനറ്റ്ലി തെറ്റുന്നതാണ്. എന്ത് പറയുന്നു ആൻസർ? all of the above അല്ലേ? ഒരു ക്ലാസ്സിൽ ലീഡർ ആൻഡ് ഗൈഡ്, ലീഡർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പോലെയാണ്. ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാലും ഡയറക്ടർ എന്ന് തന്നെ, ലീഡർ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒരു ലീഡറാണ്. ലീഡറും ഗൈഡും കൂടെ എന്ന് പറയുന്നതാണ് കുറെ കൂടെ കറക്റ്റ്. ലീഡർ ആൻഡ് ഇൻസ്ട്രക്ടർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ
ആ ഇൻസ്ട്രക്ടർ എന്ന് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ആ ഗൈഡ് എന്ന വാക്കിന് വളരെ വളരെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഓൾ ദി അബോവ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ദ ഗ്രൂപ്പും ഇൻസ്ട്രക്ടർ ഓഫ് ദ ഗ്രൂപ്പും വേണ്ട. ഏറ്റവും കറക്റ്റ് എന്ന് പറഞ്ഞാൽ ലീഡർ ആൻഡ് ഗൈഡ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന്, കേട്ടോ. ഏറ്റവും കറക്റ്റ് അവിടെ സി ആണ്. ഗ്രൂപ്പിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞതും ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞതും ഒരു ഒരു അതോറിറ്റേറിയൻ പോലെയാണ്. അതുകൊണ്ടാണ് ഓൾ ദി അബോവ് നമ്മൾ പ്രിഫർ ചെയ്യാത്തത്. എന്നാൽ സി അവിടെ കുറച്ചുകൂടെ ഹയർ ഇതാണ്. മൂന്നും തുല്യമായ ആൻസർ വരുന്നിടത്താണ് ഓൾ ഓഫ് ദി അബോവ് പറയേണ്ടത്. ഇവിടെ സി എന്ന് പറയുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. അത് എ ലീഡർ ആൻഡ് ഗൈഡ് ഓഫ് ദ ഗ്രൂപ്പ് എന്നാ പറയുന്നത്. അദ്ദേഹം ലീഡറാണ്, അതേ സമയത്ത് ഗൈഡും കൂടാണ്. മേളിൽ പറഞ്ഞ 2 സെന്റൻസിലും ലീഡർ എന്നേ വരുന്നുള്ളൂ, ഗൈഡ് ഇല്ല അതിനകത്ത്. അതുകൊണ്ടാണ് സി കറക്റ്റ് ആണെന്ന് പറയാൻ കാരണം. അശ്വതി, കാവ്യ, ഗൗരി കൃഷ്ണ, അതുൽ, രേഷ്മ. വളരെ സന്തോഷം. ഞാനൊരു രണ്ട് സ്ലൈഡൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. A good teaching aid should be attractive, fairly expensive, relevant to the topic, of good quality. ഇതിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം? നല്ല ടീച്ചിങ് എയ്ഡ് അട്രാക്റ്റീവ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? ഫെയർലി എക്സ്പെൻസീവ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? വളരെ വിലപിടിപ്പുള്ള ഒരു ടീച്ചിങ് എയ്ഡ് വാങ്ങിച്ചുകൊണ്ട് എന്താ കാര്യം? റെലവന്റ് ടു ദ ടോപ്പിക് ആയിരിക്കണം, അല്ലേ? റെലവന്റ് ടു ദ ടോപ്പിക്. നമ്മൾ പഠിപ്പിക്കുന്ന ആശയവുമായിട്ട് റെലവന്റ് ആയിരിക്കണം, യോജിച്ചതായിരിക്കണം. എങ്കിലേ ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് വരേണ്ടത് കാര്യമുള്ളൂ. ഓഫ് ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നതും റെലവന്റ് ടോപ്പിക് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ സി കഴിഞ്ഞേ ഉള്ളൂ, മറ്റെല്ലാം. അട്രാക്റ്റീവ് ആകണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, എക്സ്പെൻസീവ് ആകണമെന്നില്ല. കഴിയുന്നതും ലെസ് എക്സ്പെൻസീവ് ആണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരിക്കലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എയ്ഡ് അത് നിവൃത്തിയില്ലെങ്കിലേ ഉള്ളൂ. ഇപ്പം LED പ്രൊജക്ടർ നമ്മൾ ക്ലാസ്സിൽ വെക്കുന്നെങ്കിൽ അതിന് ഒരു 10-60,000 രൂപയൊക്കെ ആവും. നല്ലതാണെങ്കിൽ 10-60,000 രൂപയൊക്കെ ഇപ്പോഴും ആവും. നേരത്തെ 1,00,000 രൂപയൊക്കെ ആയിരുന്നു. അത് നമ്മൾ എക്സ്പെൻസീവ് ആണെന്നും പറഞ്ഞ് ക്ലാസ്സിൽ വെക്കാതിരിക്കാൻ പറ്റൂല. കാരണം അതിന് ഓൾട്ടർനേറ്റീവ് ഇല്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു പ്രൊജക്ടർ വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒത്തിരി യൂസ്ഫുൾ ആണ് നമുക്ക്. അത് ആവശ്യത്തിന് എക്സ്പെൻസീവ് ആയിരിക്കണം, അല്ല ഇത് നിവൃത്തിയില്ല. പക്ഷേ റെലവന്റ് ടു ദ ടോപ്പിക് ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഷൈനി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവർ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നതും റെലവന്റ് ടു ദ ടോപ്പിക് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ടീച്ചർ സെൻട്രിക്, സ്റ്റുഡൻറ് സെൻട്രിക്, ജനറൽ സെൻട്രിക്, ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്. ഇതിലേതാണ് കറക്റ്റ്? നിങ്ങൾ പെട്ടെന്ന് പറയുന്നത്. അതുലാണ് മിടുക്കൻ. അടുത്തതാൻ ഡോക്ടർ ശാലിനി, അശ്വതി, രേഷ്മ, ഷൈനി, സീമ, ഫൗസിയ, ഗൗരി കൃഷ്ണ. ഇനിയുണ്ട്, എല്ലാവർക്കും അറിയാം ഇത്. ടീച്ചർ സെൻട്രിക് അല്ല, ജനറൽ സെൻട്രിക് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്കും അല്ല, ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആകരുത്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി സ്റ്റുഡൻറ് സെൻട്രിക് അല്ലെങ്കിൽ ലേണർ സെൻട്രിക് ആയിരിക്കണം. എപ്പോഴും നമ്മുടെ ലേണറിനെ ആശ്രയിച്ചിരിക്കണം. അവർ കറക്റ്റ് ആണെങ്കിൽ കൊടുക്കാം, അവർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. ഇനി നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇത് 3rd ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 3 ക്ലാസ്സുകൾ കൂടെ നമുക്കുണ്ട്. നാളെ വൈകിട്ടുണ്ട് 4. പിന്നെ നമ്മൾക്ക് 15-ാം തീയതി വൈകിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. നമുക്കൊരു ക്ലാസ് നടക്കാത്തതിന് പകരം ഒരു ദിവസം കൂടെ വേണം. ഏത് ദിവസം സാധിക്കും? 16-ാം തീയതി സൗകര്യം ഉണ്ടെങ്കിൽ 16-ാം തീയതി വൈകിട്ട് നമുക്ക് ആ ക്ലാസ് കൂടെ, അതല്ല കണ്ടിന്യൂസ് പോവുകയാണ്. ഇന്ന് 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ 6-ാമത്തെ ക്ലാസ് കൂടെ നമുക്ക് 16-ാം തീയതി ഒക്കുമെങ്കിൽ ക്ലാസ് എടുത്ത് തീർക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുത്തു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ സ്പിരിറ്റ് എന്നും നിലനിർത്തുക. പഠനകാര്യത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കുക, പഠിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് പഠിപ്പിക്കുവാനും താല്പര്യം വരുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു?
ഓ താങ്ക് യു സോ മച്ച്.